വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ ഫംഗ്ഷനിൽ ഞാൻ മോഡറേറ്റർ ആകുന്നത്. മറ്റൊരു പരിപാടിക്ക് വരാനിരുന്നതാണ്. ആ പരിപാടി മാറ്റിവെച്ചുകൊണ്ടാണ് ഇതിലേക്ക് വരുന്നത്. ഇവിടെ 3 വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് നമ്മളോടൊപ്പം സന്നിഹിതരായിരിക്കുന്നത്. ഒരു നോവലിസ്റ്റ്, ഒരു നിരൂപകൻ, ഒരു നോവലിസ്റ്റും നിരൂപകനുമായ ഒരാൾ. വളരെ കൃത്യമായ ഒരു പാനലിനെയാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം നോവൽ സാമ്രാജ്യം, നിരൂപകൻ്റെ രാജ്യഭാരം, ഈ വിഷയം അവതരിപ്പിക്കുക എന്ന് പറയുന്നത്, ഇവിടെ വന്നപ്പോൾ തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്നോട്, ടൈറ്റിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് രണ്ടും ഒരു ജോലി തിരക്കിനിടയിൽ അനുഭവിക്കേണ്ടി വന്ന ആളാണ് ഞാൻ. പലപ്പോഴും നോവൽ സ്വീകരിക്കപ്പെടുന്നത്ര നോവൽ നിരൂപണം സ്വീകരിക്കപ്പെടാതെ ഇരുന്ന സന്ദർഭങ്ങൾ എൻ്റെ ജോലിയുടെ ഭാഗമായി ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ഒരു ഭാഷാധ്യാപകൻ എന്ന നിലയിൽ പലപ്പോഴും അതിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല പുസ്തകങ്ങൾ, നിരൂപണ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കേണ്ട സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് മാറുന്ന മലയാള നോവൽ എന്ന പുസ്തകത്തിൽ, ഞാൻ പഠിക്കുന്ന കാലത്ത് ഓർത്തതാണ്. അതിൽ അപ്പൻ സാറ് നോവലിനെ കുറിച്ച് പറയുന്നിടത്തൊരു സെൻറ്റൻസ് ഉപയോഗിക്കുന്നുണ്ട്. സമൂഹത്തിന് അപ്പുറത്തേക്ക് പോകുന്ന എഴുത്തുകാരൻ്റെ പ്രതിഭയുടെ ആ പ്രയാണത്തിനിടയിലുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഒരു നിരൂപകൻ്റെ ധർമ്മമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് 80കളിൽ എഴുതിയതാണെങ്കിലും ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ അടുത്ത കാലത്തെ വായന എന്നെ മനസ്സിലാക്കുന്നൊരു കാര്യം, സമൂഹത്തിൻ്റെ അകത്തേക്ക് തിരിയുന്ന എഴുത്തുകാരൻ്റെ പ്രതിഭയെ വെളിപ്പെടുത്തുകയാണ് ഒരു നിരൂപകൻ്റെ ധർമ്മമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പാനലിസ്റ്റുകളായി വന്ന 3 പേരും, ഒരു ക്രിയേറ്റീവ് റൈറ്റർ, ഒരു നിരൂപകൻ, മറ്റൊരാൾ, ഇത് രണ്ടും കൂടെ ചേർന്ന ഒരാൾ. കാരണം അദ്ദേഹം അക്കാദമിക് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അക്കാദമിക് മേഖലയിൽ നിന്നാണ് ഞങ്ങളുടെയൊക്കെ പഠനകാലത്ത് ഏറ്റവും കൂടുതൽ നിരൂപക ശ്രദ്ധ നേടുന്ന പഠനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് വ്യക്തിപരമായുള്ള അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, എൻ്റെ കാലത്ത് അത്തരം പുസ്തകങ്ങളുടെ അഭാവം വളരെ ശക്തമാണ്. അപ്പം ഞാൻ ഇവിടെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നൊരു കാര്യം, ഒരു നോവലിസ്റ്റ് നിരൂപകൻ്റെ അഭാവത്തെ എങ്ങനെയാണ് കാണുന്നത്. 2, എൻ്റെ കാലത്ത്, ഞാനത് പറയുമ്പം അല്പം അതിശയോക്തി കലർന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും, 2 ടൈറ്റിലുകളെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല എന്നൊരു ടൈറ്റിലും, മറ്റൊന്ന്, അന്ധനായ ദൈവം മലയാള നോവലിൻ്റെ 100 വർഷം എന്ന് പറയുന്ന 2 പുസ്തകങ്ങളുടെ ടൈറ്റിൽ ഞാൻ പറയുന്നു. നിരൂപണം എത്രമാത്രം സർഗാത്മകമായിരുന്നു ഒരു കാലത്ത് എന്നതിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് ഈ 2 ടൈറ്റിലുകളും. അതിലൊരാൾ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്, മറ്റേയാളുടെ പുസ്തകം നമ്മുടെ ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹം പ്രതീക്ഷിക്കുന്നതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു നോവലിസ്റ്റ് എങ്ങനെയാണ് നിരൂപകൻ്റെ അഭാവത്തെ നോക്കിക്കാണുന്നത്. സന്തോഷ് കുമാർ സാറിനോടാണ് എൻ്റെ ആ ചോദ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് മാത്രമല്ല, സാറിൻ്റെ അവസാന കാലത്തെ പുസ്തകത്തിൽ മറ്റെല്ലാ നോവലിസ്റ്റുകളെ എന്ന പോലെ ഒന്നിനെ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തുക എന്ന് പറയുന്ന, ഡീകോഡിംഗ് എന്ന് തന്നെ വിളിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. അവിടെ ശരിക്കും നോവൽ വൈകാരികമായ ഒരു ചരിത്രമായി മാറുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഈ നോവൽ മാത്രമല്ല, ഗൗരവത്തിൽ എഴുതപ്പെട്ട എല്ലാ നോവലുകളും ഒരു വൈകാരിക ചരിത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു നോവലിസ്റ്റിന് പറയാതെ പോകുന്നത് നിരൂപകന് കണ്ടെത്താൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു അഭാവം വാസ്തവത്തിൽ ഒരു ക്രിയേറ്റീവ് റൈറ്റർ എന്ന നിലയിൽ, ഒരു നോവലിസ്റ്റ് എന്ന നിലയിൽ സാർ നേരിടുന്നുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഈ പ്രാഥമികമായിട്ട് ഇപ്പോൾ സുരേഷ് പറഞ്ഞ രീതിയിൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. എനിക്ക് തോന്നുന്നു, വായന നടക്കുന്നു, എല്ലാവരും പൊതുവെ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു. പക്ഷേ ഏറ്റവും മികച്ച ഒരു വായനക്കാരനായിരിക്കും നിരൂപകനായിട്ട് നല്ല രീതിയിൽ വരാൻ സാധ്യതയുള്ള ഒരാൾ. ആഴത്തിൽ വായിക്കുന്ന ആളും എഴുത്തുകാരൊരു പക്ഷേ കാണാൻ വിചാരിക്കാത്ത, അല്ലെങ്കിൽ സാധാരണ വായനക്കാർക്ക് കണ്ടെത്താൻ പറ്റാത്ത അർത്ഥതലങ്ങളിലേക്ക് തൻ്റെ വായനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്ന ഒരാൾ തന്നെയാണ് നിരൂപകൻ.
നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുള്ള വായനയിൽ നിരൂപകരുടെ സ്ഥാനം വളരെ വലുതായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ. അതുമാത്രമല്ല, ചില പുസ്തകങ്ങൾ ഒരു നല്ല മികച്ച വായനക്കാരൻ കൂടിയ ഒരു നിരൂപകം പറയുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ നമുക്ക് അതിൻ്റെ അർത്ഥങ്ങളും അതുപോലെ തന്നെയുള്ള അത് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം, സാമൂഹിക അവസ്ഥകൾ, ചരിത്രം, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിന് മലയാളത്തിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ വായിച്ചു പോന്നിരുന്ന നിരൂപകരുടെ ഒരു സാന്നിധ്യം വളരെ സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ KP അപ്പനെ പോലെ, അതുപോലെ മറ്റേ രാജകൃഷ്ണൻ, നരേന്ദ്രപ്രസാദ്, ആഷാ മേനോൻ, അങ്ങനെ തൊട്ടിപ്പോൾ രാജശേഖരൻ നമ്മുടെ അടുത്തിരിക്കുന്ന നമ്മുടെയൊക്കെ സമകാലികനാണെങ്കിൽ പോലും ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട് എന്ന് തോന്നും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ PK ബാലകൃഷ്ണൻ്റെ പുസ്തകം സിദ്ധിയും സാധനയും എന്നുള്ള പുസ്തകത്തിൽ 3 പുസ്തകങ്ങൾ, 3 മലയാള പുസ്തകങ്ങളല്ല എങ്കിലും കാരമസോവ് ബ്രദേഴ്സ്, അതുപോലെ തന്നെ ജെയിൻ ഓസ്റ്റിൻ്റെ പ്രൈഡ് ആൻഡ് പ്രജുഡീസ്, ആരോഗ്യ നികേതനം, ഈ 3 പുസ്തകങ്ങൾ ആഴത്തിൽ പഠിച്ചിട്ടുണ്ട്. ഞാനെപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് മറ്റന്നാൾ ഈ PK ബാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണത്തിന് പോകേണ്ട ഒരു ഇതുണ്ട്. ഈ ബാലകൃഷ്ണൻ ആരോഗ്യ നികേതനത്തെ പറ്റി പഠിക്കുന്ന ലേഖനം ഞാൻ വായിച്ചത് ആദ്യം ആരോഗ്യ നികേതനം വായിച്ചതിന് ശേഷം. പിൽക്കാലത്ത് നമ്മൾ പലതവണ വായിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, അദ്ദേഹം പറയുന്നുണ്ട് ഈ ആരോഗ്യ നികേതനിലുള്ള സംഭവങ്ങൾ മുഴുവൻ നടക്കുന്നത് 6 മാസത്തിനുള്ളിലാണ്. മോത്തി എന്ന് പറയുന്ന മനുഷ്യൻ്റെ അമ്മ മരിക്കാൻ കിടക്കുന്നതും ഈ ജീവൻ മഷായിയെ കാണാൻ പോകുന്നതും ഈ അമ്മ മരിക്കും തമ്മിലുള്ള 6 മാസത്തെ കാലയളവാണ്. ഈ കാലയളവിനുള്ളിൽ ജീവൻ മഷായി എന്ന് പറയുന്ന വൈദ്യൻ്റെ ജീവിതം മൊത്തത്തിൽ ഇങ്ങനെ ഒരു മറ്റേ ഫ്ലാഷ് ബാക്ക് പോലെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്നുള്ളൊരു വായനയിൽ നമ്മൾ ശ്രദ്ധിക്കില്ല. അത് ഒരു മികച്ച വായനക്കാരൻ അല്ലെങ്കിൽ മികച്ച നിരൂപകൻ, ബാലകൃഷ്ണൻ രണ്ടും ചെയ്ത ആളാണ്, അങ്ങനെയുള്ള ഒരാളിൽ നിന്നാണ് നമുക്ക് കിട്ടുക. അങ്ങനെയുള്ള കേരളത്തിലെ അങ്ങനെയുള്ള ഒരുപാട് സൗകര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആധുനികത വരുന്ന കാലത്ത് ആധുനിക എഴുത്തുകാരുടെ ഒരു എന്താണ് അവരുടെ പ്രാധാന്യം, എന്താണ് അവർ പറയാൻ ശ്രമിക്കുന്നതെന്ന് നേരിട്ട് പറയാവുന്ന നിരൂപകരെ അവർക്ക് കിട്ടിയെന്നുള്ള വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം മുകുന്ദൻ ഞങ്ങളൊരു സെഷനിൽ ഇരുന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ തന്നെ ഇതൊക്കെ വിശദീകരിക്കാൻ പോകുന്ന ശേഷിയുള്ള ഒരു സർഗാത്മക പേശീബലമുള്ള നിരൂപകരുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും പൊതുവെ ആളുകൾ പറയും സർഗാത്മക എഴുത്തുകാരുടെ ശത്രുക്കളാണ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പലപ്പോഴും ഈ നിരൂപണത്തിനൊരു എളുപ്പമുണ്ട്. നിരൂപണം ഒരു അധികാരത്തിൻ്റെ കല കൂടിയാണ്. ഒരാളെ അവസാനിപ്പിക്കാനും നിരൂപണത്തിൽ കാണും. ഒരു പുതിയ ഒരാളെ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് സാഹിത്യ പാരമ്പര്യത്തിലൊക്കെ എന്താ ഉണ്ടാവുക, അത് ആദ്യത്തെ തവണ തന്നെ വളരെ നിശിതമായി വിമർശിക്കുകയും ഉയർന്നു വരുന്ന ഒരു നാമ്പിനെ ഞങ്ങളൊരു സദസ്സിൽ ഒരു വേദിയിൽ ഉണ്ടായതാണ്. ആളുകൾ കുറേ പേര് എന്നെ ചീത്ത വിളിച്ചു, എപ്പോഴും സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയുള്ളൊരു അധികാരത്തിൻ്റെ കല ആയിരിക്കുമ്പോൾ തന്നെ അതിന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള ഒരു നിരൂപണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ സാഹിത്യം വായിക്കുകയും നമ്മുടെ പഴയ നിരൂപകരൊക്കെ ചെയ്ത് വിദേശ സാഹിത്യം അതിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട അംശങ്ങൾ സ്വാംശീകരിക്കുകയും അത് നമ്മുടെ സാഹിത്യത്തിൽ എങ്ങനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത്. ഇതിപ്പോൾ അതിന് പക്ഷം പലപ്പോഴും എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തെ ഏതെങ്കിലും ഒരു നോവൽ വായിക്കും, അത് വായിച്ചിട്ട് പറയും ഇവിടെ ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് പറയും. അതിന് വിദേശ സാഹിത്യം വായിക്കുകയോ ഇവിടെ വന്ന് പറയേണ്ട കാര്യമില്ല. സത്യം പറയുന്നത് ഓരോ സാഹിത്യത്തിന് അതിൻ്റേതായിട്ടുള്ള നിലനിൽപ്പുണ്ട്. ഓരോ സമൂഹത്തിന് അതിൻ്റെ നിലനിൽപ്പുള്ള പോലെ സാഹിത്യത്തിന് നിലനിൽപ്പുണ്ടാവും. പുറത്തുള്ളൊരു രാജനെ വായിച്ചിട്ട് അത് ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങനെയല്ല നിരൂപർ. അവരതിന് മനസ്സിലാക്കിയിരുന്നു അന്നത്തെ ആധുനിക നിരൂപർ. അതിന് മുമ്പുള്ള നിരൂപരൊക്കെ ഇതൊക്കെ വായിച്ചിരുന്നവരാണ്. പുറത്തുനിന്ന് ബന്ധപ്പെട്ട് അത് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ബന്ധമുള്ള സാഹിത്യമായിട്ട് ഇണക്കാനുള്ള ശ്രമം അവർ നടത്തിയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിരൂപണവും അതുപോലെ തന്നെ സർഗാത്മക രചനയും ഒരുമിച്ച് ഒത്തിണങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. അതിൽ നിന്ന് വലിയ ഒരു ഗുണം കിട്ടിയിട്ടുള്ള ഒരു എഴുത്തുകാരാണ് ഞാൻ. ചെറുപ്പത്തിൽ ഇത് വായിക്കുകയും ഇപ്പോഴും ഇപ്പോൾ നിരൂപണം പൊതുവായിട്ട് വായിച്ചില്ല, നിരൂപകരുടെ ചില ലേഖനങ്ങളും കാര്യങ്ങളൊക്കെ വായിക്കുക, അവരുടെ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറയാവുന്ന രീതിയിലുള്ള വായനയുടെ. അതിപ്പോൾ സമീപകാലത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്, അതിപ്പോൾ ഇവർക്കൊക്കെ കൂടുതൽ വിശദീകരിക്കാൻ പറ്റും, വളരെയധികം സൈദ്ധാന്തിക ജടിലമായിട്ടുണ്ട് നിരൂപണത്തിൽ. വിദേശത്ത് വരുന്ന എല്ലാ അക്കാഡമിക്കായിട്ടുള്ള പല കാര്യങ്ങളും പഠിക്കുകയും അത് പഠിച്ച് ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചാൽ ഇത് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് പ്രയോഗിക്കേണ്ടത് എന്നുള്ളൊരു തോന്നൽ ഓരോരുത്തർക്ക് ഉണ്ടാവുകയും യാതൊരു ബന്ധമില്ലാത്ത ഒരു ചെറിയ നോവലിലോ കഥയിലോ മുമ്പിലേക്ക് കൊണ്ട്. കാരണം ഇത് കോളേജിൽ ഒരുപാട് റിസർച്ച് നടക്കേണ്ട ഒരു കാലമാണ്. പണ്ടാണെങ്കിൽ അത്ര ആവശ്യമുള്ള മാത്രമേ റിസർച്ച് ചെയ്യുള്ളൂ. ഇപ്പോൾ കോളേജിൽ തൊഴിലിൻ്റെ ഭാഗമായിട്ട് റിസർച്ച് ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന വിദേശ സിദ്ധാന്തങ്ങൾ മുഴുവൻ
പാവപ്പെട്ട മലയാള രചനകളുടെ മുകളിൽ കയറ്റി വയ്ക്കാനുള്ള ഒരു അധിക ബാധ്യത കൂടി ഇപ്പോൾ നിരൂപന ഇപ്പോൾ രാജ്യഭാരം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ബാധ്യത കൂടി ഉണ്ടെന്നുള്ള ഒരു നേരിയ വിമർശനം കൂടി എനിക്കിപ്പോൾ ഇതിൻ്റെ ഒപ്പം പറയണ്ട. അടുത്ത റൗണ്ടിൽ ഇവർ പറഞ്ഞതിന് ശേഷം പിന്നെ എന്തെങ്കിലും ആഡ് ചെയ്യാം. രാജശേഖർ സാറിനോടാണ് ചോദിക്കുന്നത്. ഇവിടെ തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ സാറ് പറഞ്ഞു. ഒന്ന്, വിദേശ കൃതികളെന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ സിദ്ധാന്തങ്ങളുടെ ഉപയോഗം അത് വളരെ കുറഞ്ഞു എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം സിദ്ധാന്തങ്ങൾ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നതിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കും അവർ പക്ഷേ സിദ്ധാന്തം കുറഞ്ഞിരിക്കുന്ന ഒന്ന്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ സാർ തന്നെ പറഞ്ഞതാ, ഈ ആഖ്യാനത്തിൽ പ്രത്യേകിച്ചും ഈ വൈദേശികമായി എനിക്ക് പേഴ്സണലായ ഒരു എക്സ്പീരിയൻസും കൂടെ പറഞ്ഞ് ഞാൻ അതിലേക്ക് പോവാം. കാരണം DC നിന്ന് തന്നെ പുറത്തിറങ്ങിയ നൈം ഓഫ് ദ റോസ് എന്ന് പറയുന്ന ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് അവരുടെ ഏജൻസിക്ക് കൊടുക്കുമ്പം ആദ്യത്തെ ട്രാൻസ്ലേഷൻ വാസ്തവത്തിൽ റിജക്റ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ അത് ചെയ്ത ആളിനോട് പറയാൻ ദയനീയമായിട്ട് പറയേണ്ടി വന്ന ഗതികേട് വന്ന ഒരാളാണ് ഞാൻ. കാരണം അയാൾ അത്രയും അതിനകത്ത് ശ്രമിച്ചു. രണ്ടാമത് ആ പുസ്തകം തർജ്ജമ ചെയ്ത് എനിക്കും സാറിനും പരിചയമുള്ള ഒരാളാണ് ചെയ്തത്. അതിനകത്ത് ഞാനത് എൻ്റെ ഒരു രീതിക്ക് തന്നെ പറയുക, അതിനകത്ത് അനുഭവിച്ച സ്ട്രെയിനും ഒരു പക്ഷേ സാറ് ഷെയർ ചെയ്യേണ്ടി വന്നിട്ടുള്ള ആളായിരിക്കും. പക്ഷേ ഞാൻ ചോദിക്കുന്ന അതല്ല. മലയാളത്തിൽ ഞാൻ നോവലിൻ്റെ പേര് പറയണമെങ്കിൽ ഞാൻ പറയും, ഞാൻ വായിച്ച 3 നോവലുകൾ അതിൻ്റെ ചുവട് പിടിച്ചെഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. 3 നോവലുകൾ. സസ്പെൻസ് വേണ്ട, പേര് പറയണം. പറയാം. 3 നോവലുകൾ. അതിലൊന്ന് ഇട്ടിക്കോരയാണ്. രണ്ടാമത്തെ നോവൽ എന്ന് പറയുന്നത് കീമിയ എന്ന് പറഞ്ഞ്, എനിക്ക് തോന്നുന്നു അധികം പേര് മുഹമ്മദ് ഷഫീർ എന്ന് പറയുന്ന ഒരു പയ്യൻ എഴുതിയതാണ്. അതിനു മുമ്പാ കീമിയ എന്ന് പറയുന്ന നോവൽ എഴുതുന്നു. അതിൻ്റെ അടുത്ത് തുടർന്നാണ് മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന് പറയുന്ന 3 നോവലുകൾ ചർച്ച ചെയ്യുന്നു. ഇപ്പോൾ ഒരു കോട്ടയംകാരൻ എന്ന നിലയിൽ എനിക്ക് കുറച്ച് അതിനകത്തുനിന്ന് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. വാസ്തവത്തിൽ ആ 3 നോവലുകൾക്കും ശരിക്കും ഒരു പഠനം, അത് ഞാൻ പറഞ്ഞ സൈദ്ധാന്തികമായ പിൻബലങ്ങളൊന്നും വേണ്ട എന്നു മാത്രമല്ല, ഈ നോവലുകളിലെ ഗണിതം ഒരു വിഷയമായിട്ട് കടന്നു വരുന്നുണ്ട്. ഗണിതം ആദ്യമായിട്ടല്ല മലയാളത്തിൽ കടന്നു വരുന്നത്. എനിക്ക് തോന്നുന്നു ഗോവർദ്ധൻ്റെ യാത്രകളിൽ ഒരു ഗണിതശാസ്ത്രജ്ഞനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു നോവല് രാമേന്ദ്രൻ എന്ന് പറയുന്ന നോവലിസ്റ്റിനെ ഗണിതശാസ്ത്രജ്ഞനെ വെച്ച് പോകുന്നുണ്ട്. അത് ജീവിതത്തെ നിർദ്ധാരണം ചെയ്യാൻ വേണ്ടിയാണ് അവിടെ കൊണ്ടുവരുന്നത്. പക്ഷെ പിന്നെ ഞാൻ വായിച്ച നോവലുകളെ ഗണിതത്തിൻ്റെ ചരിത്രം പറയാൻ ശ്രമിക്കുന്നു. അതിനകത്തും അദ്ദേഹം കാണുന്നത്, എനിക്ക് തോന്നുന്നു ജോർജ് ഗീവർഗീസ് എന്ന് പറയുന്ന ആളുടെ ക്രസൻഡോ പീകോക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഇത് വെച്ചിട്ടാണ് അതിനെ നിർദ്ധാരണം ചെയ്യുക. വാസ്തവത്തിൽ ഈ നോവലുകൾ ആ തരത്തിൽ വായിക്കപ്പെട്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സാർ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച പോലെ കാണുവാണെങ്കിൽ, ഈ വൈദേശിക സിദ്ധാന്തങ്ങൾ ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ടായെങ്കിൽ പോലും ഒരു മലയാളത്തിൽ നിന്ന് ഭൗതികമായി ഇത്തരം പുസ്തകങ്ങളെ പരിചയപ്പെടുത്താനുള്ളൊരു ഉത്തരവാദിത്യം ഒരു 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 ഞാൻ പറഞ്ഞത് അല്പം ധാർഷ്ട്യത്തോടു കൂടി പെരുമാറുന്ന ഒരു നിരൂപകൻ ആവശ്യമല്ലേ, അല്ലെ ഒരു നിരൂപകൻ്റെ കടമ കൂടിയല്ലേ? ചോദ്യമാണല്ലേ കഴിഞ്ഞില്ല. ഞാൻ ഈ സുരേഷ് വരട്ടുക എന്നാണ് വിചാരിച്ചത്. ആദ്യം സന്തോഷിനൊരു നന്ദി പറയട്ടെ. കേരളത്തിലെ സമീപകാല സാഹിത്യ സംവാദങ്ങളിലെ പ്രധാനപ്പെട്ട രീതി നിരൂപണം വേണ്ട എന്ന തീരുമാനത്തിലെത്തി കൈയടിച്ച് പിരിഞ്ഞ് ചായ കുടിക്കുക എന്നുള്ളതാണ്. അതെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ കാര്യം. ഞാനൊരു ദസ്തേവ്സ്കി എന്നാരും പറഞ്ഞില്ല, അല്ലെങ്കിൽ എൻ്റെ അതിദുർബലമായ നോവലിനെ ഒരു മഹത്തായ പഠനം കൊണ്ട് അനുഗ്രഹിച്ചില്ല. അതാണ് ചിലരുടെ പ്രശ്നം. പറഞ്ഞാൽ സന്തോഷ സാഹിത്യ നിരൂപകൻ്റെ ആവശ്യമുണ്ട് എന്നൊരു നോവലിസ്റ്റ് പറഞ്ഞത് ഒരു നോവലിസ്റ്റിൻ്റെ മാത്രം വിവേകമല്ല, വിവേകിയായ ഒരു എഴുത്തുകാരൻ്റെ കൂടി ലക്ഷണമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വെറുതെ ഒരു ഭംഗിവാക്കോ പ്രശംസയോ അല്ല. രണ്ടാമത് സുരേഷ് പറഞ്ഞതിനകത്തുള്ള ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷനുണ്ട്. ഒന്ന്, ഫ്രാൻസിസ് ഇട്ടിക്കോരെക്കുറിച്ച് അതിവിശദമായ, പ്രത്യേകിച്ച് അതിലെ കോൺസ്പിറസി തിയറി, അതിലെ പാരനോയ്യ എന്ന് പറഞ്ഞ മാനസിക രോഗാവസ്ഥയെ എങ്ങനെയാണ് ഒരു കലാതന്ത്രമാക്കി മാറ്റുന്നത് എന്നിവ ഉൾപ്പെടെ, പ്രത്യേകിച്ചും അതിലെ മാത്തമാറ്റിക്സിനെ ഉൾപ്പെടെ വിശദമായി പഠിച്ച പ്ലോട്ട് ആദ്യത്തെ പ്ലോട്ട് വെറുതെ, രണ്ടാമത്തെ പ്ലോട്ട് സ്ലാഷ് കഴിഞ്ഞിട്ട് ഇൻവെർട്ടഡ് കോമയ്ക്കകത്താണ്. കാരണം മലയാളത്തിൽ ക്യാപിറ്റൽ സ്മോളും ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് പ്ലോട്ട് ഇട്ടിക്കോരയിലെ ഉപജാപ ലോകങ്ങൾ എന്ന് പറഞ്ഞ് ഒരു ലേഖനം ഞാൻ എഴുതിയിട്ടുണ്ട്. വർഷങ്ങളായുള്ള ഇട്ടിക്കോര എഡിഷനുകളിലെല്ലാം അതിൻ്റെ പിന്നിലത് ഇങ്ങനെ ചേർത്ത് വരുന്നും ഉണ്ട്. അതെൻ്റെ സമ്മതം കൂടാതെയാണ് ചേർത്തത് എന്നുള്ളത് വേറെ കാര്യം. അങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പുസ്തകം ഇറങ്ങിയ കാലത്ത് അതിനെക്കുറിച്ച് ഇത് വിക്കിപീഡിയ വായിച്ചെഴുതിയ നോവലാണ്. സായിവ് ഇതുപോലെ എഴുതിയിട്ടുള്ളത് കൊണ്ട്, സായിപ്പ് പാൻറ്റിട്ടുകൊണ്ട് നമ്മൾ പാൻറ്റിടാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ രാമകൃഷ്ണൻ ആളുകൾ അധിക്ഷേപിച്ചിരുന്നു. പക്ഷേ ഈ 21st സെഞ്ച്വറിയിലെ അല്ലെങ്കിൽ നമ്മുടെ പുതിയ നോവൽ, അല്ലെങ്കിൽ സമകാലിക ഉത്തരാധുനിക നോവൽ നമ്മൾ വിളിക്കുന്ന പുതിയ നോവലിൻ്റെ തുടക്കം കുറിച്ചു വെച്ച പുസ്തകമാണത്. ഒരു സംശയമില്ല, വലിയ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ
അപ്പോൾ സന്തോഷ് ഉൾപ്പെടെയുള്ള പുതിയ നോവലിസ്റ്റുകൾക്ക് എഴുതാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയത്. ഇതെന്താ ഒരു വലിയ ഒച്ച വരുന്നത്? ഞാൻ ഫോണിൽ പറയുന്ന കേട്ടോ. അത് പറഞ്ഞോളൂ അവർ. അപ്പോൾ അതാണ്. അപ്പം അങ്ങനെ ഒരു പഠനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വന്നതാണ്. ഇതിൻ്റെ ഒരു താളവും വേഗമൊക്കെ അങ്ങ് പോകും. ഇനി മൂന്നാമത്തെ കാര്യം, ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇത് ഞാൻ ഒച്ച വയ്ക്കാത്തത് കൊണ്ടാണ്, ഞാൻ വളരെ പതുക്കെയാണ് പറയുന്നത്. അത് മതിയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കേൾക്കാൻ വിഷമമില്ലല്ലോ, അല്ലെങ്കിൽ ഒരു ശബ്ദം ഉയർത്തേണ്ടി വരുമായിരിക്കും അല്ലേ, ഉച്ചസ്ഥരം പറഞ്ഞു എന്നൊക്കെ പറയും പോലെ. അപ്പോൾ സത്യത്തിൽ ഇവിടെ ഈ നമ്മുടെ ചർച്ചയുടെ ഒരു പ്രശ്നത്തിൽ വന്നത്, സന്തോഷം പറഞ്ഞു വന്നതിലും സന്തോഷം നിരൂപകരെ അംഗീകരിക്കുമ്പോഴും ഈ നിരൂപകരാരാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന്, നമ്മൾ പണ്ട് വലിയ നിരൂപകർ, ഇപ്പോൾ അപ്പനിലാണ് തുടങ്ങിയത്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയില്ലേ, അതുപോലെ UDF LDF അങ്ങനെയാണല്ലോ. മലയാളി അദ്വൈതം കണ്ടുപിടിച്ച മലയാളിയാണെങ്കിലും യഥാർത്ഥത്തിൽ ദ്വന്ദ്വവാദികളാണ് നമ്മളെല്ലാം രണ്ടായിട്ടേ കാണൂ. നല്ലത് ചീത്ത, മമ്മൂട്ടി മോഹൻലാൽ, നസീർ സത്യൻ, അങ്ങനെ നമ്മൾ കാണുക. LDF UDF അതുപോലെ. ആ ദ്വന്ദ്വവാദത്തിൻ്റെ ഭാഗമായിട്ട് മാരാർ മുണ്ടശ്ശേരി, അപ്പൻ രാജേഷൻ എന്നൊക്കെ ഇങ്ങനെ പറയും. ഇപ്പം അങ്ങനെ പറയുന്നില്ല. എന്തുകൊണ്ടാണ്? ഇവരൊക്കെ എഴുതിയ കാലത്ത് എത്ര നോവലുകളാണ് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നത്? ആദ്യത്തെ 50 കൊല്ലം 400 നോവലേ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. ആദ്യത്തെ 25 കൊല്ലത്തിനിടയിൽ. ഈ KP അപ്പൻ എഴുതിക്കൊണ്ടിരുന്ന നോവലുകളെ വിമർശിച്ചത് രാജകൃഷ്ണൻ എഴുതിയിരുന്ന കാലത്ത് മലയാളത്തിൽ എത്ര നോവലുകളാണ് പ്രസിദ്ധീകരിച്ചിരുന്നതെന്നൊരു കണക്കുണ്ട്. ഇന്ന് കേരളത്തിൽ നോവൽ എഴുതാതെ ഉള്ളത് ഞാനും സുരേഷും മാത്രമാണെന്ന് തോന്നുന്നു. ഉണ്ണീഷനൊക്കെ ഇരിപ്പുണ്ട്, മിനിയൊക്കെ, അവരൊക്കെ എഴുതിയിട്ടില്ല. അപ്പം ബാക്കി മലയാളത്തിൽ ആരും, അഷ്ടമൂർത്തി എഴുതിയിട്ടില്ല അല്ലേ? സാധ്യതയുണ്ട്, ഇനി സമയമുണ്ട്. മലയാളത്തിൽ ആരും നോവൽ എഴുതി കളയും എന്നുള്ളൊരു സ്ഥിതിയാണ്. എത്രമാത്രം പബ്ലിഷേഴ്സ്, എത്രമാത്രം നോവലുകൾ. ഇതെല്ലാം നോവലുകളാണോ? ഇതെല്ലാം കൂടി ഒരു നിരൂപകം വായിച്ചിട്ട് നമ്മുടെ നോവലിൻ്റെ സ്ഥിതി വിലയിരുത്താൻ പറ്റുമോ ന്യായമായിട്ട്? സാധ്യമല്ല. കേരളം മുഴുവൻ പബ്ലിഷേഴ്സുണ്ട്. മേജർ പബ്ലിഷേഴ്സ്, മൈനർ പബ്ലിഷേഴ്സ്, ലിറ്റിൽ പബ്ലിഷേഴ്സ്, അങ്ങനെ ഓവർ പ്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ട്. ഓവർ പ്രൊഡക്ഷൻ നടക്കുന്നു. അതായത് ഇൻ്റർനെറ്റ് കൊണ്ടുവന്ന ഇൻഫർമേഷൻ എക്സസ് ഉണ്ടല്ലോ, നമുക്ക് ആവശ്യമല്ലാത്തതിലധികം കൂടിയ ഇൻഫർമേഷൻ വരുന്നു. അപ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത വിധം വായനക്കാരും ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്ന ആളുകളും പരിഭ്രമിച്ചു പോകുന്നൊരവസ്ഥയിൽ സാഹിത്യ നിരൂപൻ ഇതെല്ലാം വായിച്ച് തീരുമാനങ്ങൾ എടുക്കുകയോ ഏറ്റവും മികച്ച പുസ്തകങ്ങൾ കണ്ടെത്തുകയോ എളുപ്പമല്ല. ഒരു വർഷം ചിലപ്പോൾ ഒരു സമയത്ത് തന്നെ വളരെ മികച്ച 15 നോവൽ ഒരുമിച്ച് ഇറങ്ങുക. അതിൻ്റെ പുറമെ ഇത് മികച്ചതാണോ അല്ലയെന്ന് അറിയണമെങ്കിൽ ഇത് ചുഴു നോക്കാനൊന്നും പറ്റില്ലല്ലോ. രണ്ടാമത്, ഈ മറ്റൊരു തരം ആളുകളുണ്ട്. ഒന്ന്, സോക്കോൾഡ് ആയിട്ടുള്ള സാഹിത്യ നിരൂപകർ. സാഹിത്യ നിരൂപകർ വെച്ചാൽ ഒരു ദിവസം രാവിലെ പൊട്ടിമുളയ്ക്കുന്നതല്ല, നിരന്തരമായ അധ്വാനത്തിലൂടെ ഒരുപാട് വർഷത്തിലൂടെ ചിന്താപരമായ അടിത്തറയുണ്ടാക്കി ഒരു നിലപാട് ഉറപ്പിച്ചു. രണ്ടാമത്, ഇപ്പോൾ ബുക്ക് ഫ്ലുവൻസേഴ്സ് ഉണ്ട്, റിവ്യൂവേഴ്സ് ഉണ്ട്. അച്ചടി മാധ്യമങ്ങളിൽ ബുക്ക് റിവ്യൂ ഇല്ലാത്തതുകൊണ്ട് അവരില്ല. അപ്പോൾ ബുക്ക് റിവ്യൂ പറയും, അതായത് ലെയ്മാന് വേണ്ടി ഒരു ലെയ്മാൻ എഴുതുന്നതാണ് ബുക്ക് റിവ്യൂ. അതൊരു പരിചയപ്പെടുത്തലാണ്. അതിനെ നമ്മൾ സാഹിത്യ നിരൂപണമായി കാണേണ്ടതില്ല. മൂന്നാമത്തെ കാര്യം, ബുക്ക് ഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന വീഡിയോകൾ വഴി, സോഷ്യൽ മീഡിയ വഴി പുസ്തകങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ചിലരൊക്കെ ഈ രാത്രി അസമയത്തുള്ള റേഡിയോ പരിപാടികളില്ലേ, ഈ FM റേഡിയോയിലെ സീൽക്കാര ശബ്ദത്തിലൊക്കെ സംസാരിക്കും. ആ ശബ്ദത്തിലൊക്കെ ബുക്ക് റിവ്യൂ ഒക്കെ നടന്നതാണ് ഈ ബുക്ക് ഫ്ലുവൻസേഴ്സ്. അപ്പോൾ ഈ നോവലിൻ്റെ ഹൃദയത്തെ തറച്ച് കയറിയതൊക്കെ വഴുവഴാന്നുള്ളൊരു ഭാഷയിൽ അതിവൈകാരിക തീവ്രതകളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ എമ്പതി ആയിരിക്കാം അവരെ സംബന്ധിച്ച്. അങ്ങനെ പറയുന്നു. ഈ ബുക്ക് ഫ്ലുവൻസേഴ്സും സാഹിത്യ നിരൂപകരുടെ വർഗത്തിൽ വരികയില്ല. ഇനിയാണ് ഈ സിദ്ധാന്തവാദികളായ അധ്യാപകരുടെ, അതായത് അക്കാഡമിക് ക്രിട്ടിക്കുകളുടെ പ്രശ്നം. അത് സിലബസ് പരിഷ്കരിച്ചു, സാഹിത്യ സിദ്ധാന്തം മാറി. പണ്ടും യഥാർത്ഥ സിദ്ധാന്തം ഉണ്ടായിരുന്നു. ആ സിദ്ധാന്തം പറഞ്ഞപ്പോൾ അതും അടുത്താണ് ഈ മോഡേണിസ്റ്റുകൾ ബഹളം വെച്ചത്. പണ്ട് രസം ധ്വനി എന്നൊക്കെ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും അയ്യർ റിച്ചർഡ്സ് എന്ന് പറഞ്ഞ്, മുണ്ടശ്ശേരിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അയ്യർ റിച്ചർഡ്സ് പറഞ്ഞെന്ന് പറയും. അങ്ങനെ എല്ലാ കാലവും സിദ്ധാന്തത്തിൻ്റെ അടിത്തറ വേണ്ടി വരും. അത് കഴിഞ്ഞപ്പോൾ ഇതിനെ മുഴുവൻ ബ്രേക്കുന്ന ഫ്രഞ്ച് ലിറ്റററി തിയറിയുടെ സ്വാധീനം വന്നു, ഉത്തരാധുനിക സിദ്ധാന്തം വന്നു. അപ്പോൾ അത് മനസ്സിലാകാതെയും ഒറിജിനൽ വായിച്ചാൽ പിന്നെയും മനസ്സിലാവും, അത് മലയാളത്തിൽ എഴുതിയത് വായിച്ചാൽ മനസ്സിലാവില്ല എന്നുള്ള സ്ഥിതി വന്നു. അത് ആളുകൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അപ്പോൾ അതനുസരിച്ചാണ് പഠിപ്പിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് UGC ഒരു കൊലച്ചതി ചെയ്തു. മലയാളത്തിലെ സാഹിത്യ നിരൂപണം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം UGCയുടെ ഒരു ഗൂഢാലോചനയാണ്. അതായത് ഈ പഠിപ്പിക്കുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും പേപ്പർ പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ നാട്ടിൽ UGCയുടെ അംഗീകാരമുള്ള റിസർച്ച് ജേണലൊന്നും മലയാളത്തിലില്ല. അപ്പോൾ ഉള്ള ജേണലുകളിലെല്ലാം കൂടി, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് തപോമയുടെ അച്ഛൻ, ലിംഗം വർഗം മതം
ഒരു ഹെഡിങ് വളരെ എളുപ്പമായി. ഈ 3 കൊട്ടയിൽ എന്തും കയറും, അങ്ങനെയുള്ള ഹെഡിങ്ങിലിടുന്നു. അപ്പോൾ അത് ഈ നോവലുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല, പരസ്പരം വിരുദ്ധമായ ആശയഗതികൾ പറയുന്ന തിയറിസ്റ്റുകളെ, സൈദ്ധാന്തികരെ മുഴുവൻ ഉദ്ധരിച്ചുകൊണ്ടുള്ള അക്കാഡമിക് എക്സർസൈസായി മാറും. എന്നാൽ ആ മേഖലയിൽ നിന്ന് മികച്ച പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതറിയണമെങ്കിൽ കൃത്യമായ സിദ്ധാന്തം ഉപയോഗിച്ചിട്ട് VC ശ്രീജൻ എഴുതിയ പഠനങ്ങളുണ്ട്. ഒറ്റ വായനയിൽ അവ മനസ്സിലാവില്ലായിരിക്കാം. ഞാൻ ഉൾപ്പെടെ അത്തരം പഠനങ്ങൾ എഴുതിയിട്ടുണ്ട്. അവ ഈ സിദ്ധാന്ത ഭാരം കയറ്റുന്നില്ല. അത് അക്കാഡമിക്കായ, തൊഴിൽപരമായ, പരീക്ഷാപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെഴുതുന്ന അത് ആ പരീക്ഷ കഴിയുമ്പോൾ ആ സിലബസ് മാറുമ്പോൾ അവരുടെ ശല്യം ഒഴിഞ്ഞോളും. അത് ക്ലിയറസിൽ വാങ്ങിച്ച് തേച്ചാൽ തീരുന്ന അസുഖമാണ്. അപ്പോൾ അവരെ ആരെയും നിരൂപകരായി നമ്മൾ കണക്കാക്കേണ്ടതില്ല. ബുക്ക് ഫ്ലുവൻസേഴ്സ്, റിവ്യൂവേഴ്സ്, ഈ അക്കാഡമിക് ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രബന്ധങ്ങൾ എഴുതുന്നവർ അല്ലാത്തവരെഴുതുന്നതാണ്. അവരുടെ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ മലയാള നോവലിൻ്റെ ഇതുവരെയുള്ള ഘട്ടത്തിൽ സാഹിത്യ നിരൂപകർ നിർവഹിക്കേണ്ട ധർമ്മം ഈ തലമുറയിലെയും വളരെ കുറച്ചേ ഉള്ളൂ. എന്നെങ്കിലും സാഹിത്യ നിരൂപകരുടെ എണ്ണം കൂടിയിട്ടുള്ളതായി നിങ്ങൾക്കറിയാമോ? ഏതെങ്കിലും ഒരു തലമുറയിൽ 300 നോവലിസ്റ്റ് ഉണ്ടെങ്കിൽ 30 ലിറ്റററി ക്രിട്ടിക്കുകൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിലെന്നല്ല, ലോകത്തൊരിടവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സാഹിത്യ നിരൂപണം ആവശ്യമില്ലെന്നോ അല്ലെന്നോ അല്ല. അപ്പം സാഹിത്യ നിരൂപണത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതേസമയം സാഹിത്യ നിരൂപണം എന്തു ചെയ്യുന്നു എന്നുള്ള പ്രശ്നം, എന്താണ് ഒരു നോവലിൽ ഒരു ലിറ്റററി ക്രിട്ടിക്ക് ചെയ്യുന്ന ധർമ്മം, അത് തുടർന്ന് വരുന്ന സമയമുണ്ട്. മാത്രമല്ല, എനിക്ക് സന്തോഷിന് ഇത് വളരെ എളുപ്പമാണ് ഒഴിഞ്ഞു മാറാൻ. ഞാനൊരു സാഹിത്യ നിരൂപകനാണ്, സന്തോഷ് ഒരു നോവലിസ്റ്റാണ്. എന്നാൽ രാജേന്ദ്രൻ ഒഴിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാജേന്ദ്രൻ ഇത് രണ്ടുമാണ്. രാജേന്ദ്രൻ സ്വന്തം ശരീരത്തിൽ ഏത് പകുതിയെ കുറ്റം പറയും എന്നുള്ളതാണ് രാജേന്ദ്രൻ. അതായത് സാമ്രാജ്യത്വവും രാജ്യഭാരവും ഒരേ സമയത്ത് ഏക്കേണ്ടി വരിക എന്നുള്ളത്. ഞാനൊരു എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് തുടങ്ങിക്കോട്ടെ രാജേന്ദ്ര സാറേ. അടുത്ത കാലത്ത് ഇവിടെ അടുത്തുള്ളൊരു കോളേജിലൊരു കുട്ടി ഒരു വിഷയം സെലക്ട് ചെയ്യുന്നു. എഴുത്തുകാരൻ ആലപ്പുഴ ബേസ്ഡാണ്. അദ്ദേഹം ഒരു സാർ പറഞ്ഞ പോലെ സസ്പെൻസ് സൂക്ഷിക്കുന്നില്ല, ഒരു ലാറ്റിൻ കമ്മ്യൂണിറ്റി പെടുന്ന ഒരാളാണ്. അത്തരം എക്സ്പീരിയൻസുകൾ, കഥ, 1-2 നോവലുകൾ എഴുതി. ആ കുട്ടി അപ്പോൾ പഠിക്കാൻ ശ്രമിക്കുകയാണത്. ആദ്യം എന്നോടാണ് അത് ചർച്ച ചെയ്യുന്നു. ഞാൻ നമുക്ക് അറിയാവുന്നതൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ ടീച്ചർ പറഞ്ഞൊരു ചോദ്യം എന്ന് പറയുന്നത്, ടീച്ചർ കുട്ടിയോട് ചോദിച്ചത്, കുട്ടി ആ കമ്മ്യൂണിറ്റി പെടുന്ന ആളാണോ? ഒന്നാമത്തെ ചോദ്യമാണ്, കുട്ടി ആ കമ്മ്യൂണിറ്റി പെടുന്ന ആളാണോ? അപ്പോൾ ചവിട്ടുനാടകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ആ കുട്ടിയുടെ റിസർച്ച് പോകാൻ അത് ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ആ പേപ്പർ മാറ്റി വെക്കുന്നു. ഇപ്പോൾ ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ പാഠപുസ്തകങ്ങളിലെ ചെറുകഥകളും ചെറുകഥകളും എന്നുള്ള ഒരു പാറ്റേണിലാണ് ചെയ്യുന്നത്. ഞാൻ സാറിലേക്ക് വരാൻ വേണ്ടിയാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ സാമ്രാജ്യത്വവും ഈ രാജ്യഭാരവും ഇത് രണ്ടും കൂടെ ഭരിക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ചോദിക്കാം. ഒന്ന്, ഈ വിഷമം സാറിന് നേരിടേണ്ടി വരുന്നൊരു കാര്യമല്ലേ? ഞാൻ പറഞ്ഞ ഒരു ക്രിയേറ്റീവ് റൈറ്റർ എന്ന നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വതന്ത്രമായ ഒരു ലോകത്ത് വ്യാപരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. 2, അക്കാഡമിക് മേഖലയിൽ നടക്കുന്ന ഇവർ പറഞ്ഞ പോലെ നല്ല ഗവേഷണങ്ങളില്ല എന്നുള്ളതല്ല എൻ്റെ വസ്തുത എന്ന് പറയുന്നത്. നല്ല വർക്കുകൾ ഉണ്ടാകുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും അത് പുസ്തകമായിട്ട് വരാതിരിക്കുന്ന അതിൻ്റെ ഒരു അക്കാഡമിക് സ്വഭാവം കൂടി പോകുന്നത് കൊണ്ടാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ആ പുസ്തകങ്ങൾ ഇറങ്ങാത്തത് മലയാളത്തിലെ ഞാൻ ആ ജോലി ചെയ്ത ആളായതുകൊണ്ട് പറയാം, എഡിറ്റേഴ്സിൻ്റെ കുറവ്, പ്രത്യേകിച്ച് സാഹിത്യം പഠിച്ച എഡിറ്റേഴ്സിൻ്റെ കുറവ്. രാജശേഖര സാർ സമ്മതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാഹിത്യം പഠിക്കുകയോ അല്ലെങ്കിൽ എഡിറ്റർ ആകാൻ വേണ്ടി വരുന്ന ആൾക്കാരിൽ ഇതെന്തുമാത്രം സാധ്യതയുണ്ടെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് നല്ല പുസ്തകം മുന്നിൽ വന്നാൽ പോലും അത് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പുസ്തകമാകാതെ പോകുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം ഒരു ക്രിയേറ്റീവ് റൈറ്റർ എന്ന നിലയിലും ഒരു അക്കാഡമിക് മേഖലയിൽ സാർ പറഞ്ഞ പോലെ തന്നെ അക്കാഡമിക് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളെന്ന നിലയിൽ 2 തരം ബുദ്ധിമുട്ടുകൾ സാറിന് നേരിടുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊന്ന് പറയുക, അതെങ്ങനെയാണ് മറികടക്കാൻ ശ്രമിച്ചു എന്ന് പറയുക. ഇത് രണ്ടും അങ്ങയുടെ ബാധ്യത തന്നെയാണ്, അല്ലാതെ അതൊരു നേരത്തെ പറഞ്ഞ ഭീഷണിയല്ല. ആ ബാധ്യത വെളിപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങയുടെ ഉദ്ദേശം. കാരണം ഇവിടെ ഇരിക്കുന്ന പലർക്കും ഈ പറഞ്ഞ പോലെ ചോദ്യങ്ങൾ ഇതേ രീതിയിലുള്ള ചോദ്യങ്ങളുള്ളവരും കൂടിയാണ്. അപ്പം ഇനി ഒറ്റൊരു കാര്യം കൂടെ ചോദിക്കാം. വിഷയ സ്വീകരണത്തിൽ ഞാൻ വായിച്ചത് കൊണ്ട് പറയുകയാണ്, വിഷയ സ്വീകരണത്തിൽ പലപ്പോഴും ഈ ഒരു അധ്യാപകൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുമുണ്ടോ? ഞാൻ നിരൂപണങ്ങൾ എഴുതിയ കാലത്ത്, അത് ഇന്നലെയാണെങ്കിൽ ഇന്നലെ, ഇന്നാണെങ്കിൽ ഇന്ന്, നിരൂപകർ എന്നെ അവരുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല. ഞാൻ നോവൽ എഴുതിയപ്പോൾ നോവലിസ്റ്റുകൾ എന്നെ അവരുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല. നോവലിസ്റ്റുകൾക്ക് ഞാൻ നിരൂപകനും, നിരൂപണം എഴുതുന്ന കാലത്ത് പറഞ്ഞിട്ടില്ല. നോവൽ എഴുതിയപ്പോൾ നിനക്ക് നിരൂപണമായിരുന്നു കൊള്ളാവുന്നത് എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിച്ച് നിരൂപണം എഴുതിയപ്പോൾ നിനക്ക് നോവലാണ് കൊള്ളാവുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ 2 കൂട്ടരോട് ഒരു പ്രതിപത്തിയുമില്ല. ഞാൻ നൃത്തം പഠിക്കാൻ പോയ ചവറ്റിലെ കിളിയുടെ അവസ്ഥയിലാണ്. നിരൂപണവും ഇല്ല, നോവലും ഇല്ല എന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട്
ഒരു ബാധ്യതയില്ലാതെ സത്യസന്ധമായി ഞാൻ കാര്യം പറയാം. എന്നെ സംബന്ധിച്ച് ക്രിയേറ്റീവ് റൈറ്ററുടെ മേലെയാണ് നിരൂപകൻ, അതിലൊരു സംശയവുമില്ല. എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിലാണ് എന്ന് ഈ കൂട്ടത്തിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ, അങ്ങനെ ഒരു രേഖയും സൂര്യന് താഴെ ഇല്ല. അത് ഒരു നിരൂപകൻ എഴുതിയതിൻ്റെ ഫലമാണ്. ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛനാണ് കവിത്രയം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കവിത്രയുമില്ല. അവർ തമ്മിൽ 600 വർഷത്തെ വ്യത്യാസമുണ്ട്. അത് ഒരു നിരൂപകൻ 3 ഭാഷാ കവികൾ എന്ന് എഴുതിയതിൻ്റെ റിസൾട്ടാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ്റെ അഭിജ്ഞാന ശാകുന്തളമാണ് മലയാളത്തിലെ ഒന്നാമത്തെ നാടകം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് ഒരു നിരൂപകൻ എഴുതിയത് കൊണ്ട് മാത്രം നിങ്ങൾ വിശ്വസിക്കുന്നതാണ്. കേരളത്തിൽ ഇന്ന് സാഹിത്യത്തെക്കുറിച്ചുള്ള മിക്കവാറും ഔദ്യോഗിക വിനിമയങ്ങളെല്ലാം ഉള്ളൂരിൻ്റെ കേരള സാഹിത്യ ചരിത്രം എന്ന ഒരൊറ്റ പുസ്തകത്തിൽ ഉള്ളൂർ അങ്ങനെ എഴുതി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ വിശ്വസിക്കുന്നതാണ്. ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നുള്ളത് 3 ഭാഷാ കവികളെക്കുറിച്ച് മൂലൂർ എഴുതിയ ഒരു ലേഖനത്തിൽ നിന്ന് കടകൊണ്ട സൈദ്ധാന്തിക പരിസരമാണ്. അതായത് ഗവേഷണം, വായന, അനുഭവം, ഇതിനൊക്കെ മേലെ നിരൂപകനാണ് ശരാശരി മലയാളിയെ സംബന്ധിച്ചും അക്കാദമിക മലയാളിയെ സംബന്ധിച്ചും അയാളുടെ ലോകബോധം നിർണ്ണയിക്കാൻ ഇടയാക്കിയത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ആശാനാണോ വള്ളത്തോളാണോ ഉള്ളൂരാണോ മികച്ച കവി? നിങ്ങൾ 3 പേരെയും വായിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾ പറയും ആശാനാണ് മികച്ച കവി, തൊട്ട് താഴെ വള്ളത്തോൾ, തൊട്ട് താഴെ ഉള്ളൂർ. ഇത് നിങ്ങൾ വായിച്ചിട്ടല്ല, നിരൂപകൻ ഉണ്ടാക്കിയെടുത്ത ധാരണയാണ്. അതിൽ ജോസഫ് മുണ്ടശ്ശേരി വഹിച്ച പങ്ക് ജുഡീഷ്യൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ട ഒരു പങ്ക് കൂടിയാണ്. നിരൂപകരാണ് ഇന്ന് കണ്ട സാഹിത്യ ചരിത്രം നിർമ്മിച്ചെടുത്തത്. അതിനകത്തെ ഒരു അന്തേവാസി മാത്രമാണ് നോവലിസ്റ്റ്. നല്ല നോവലുകൾ നിരൂപകർ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം വേണ്ടത്ര വായിക്കപ്പെടാത്തതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. പ്രകൃതി നിയമം 1-ാം തരം നോവലാണ്, വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല, കാരണം നിരൂപകർ അതിൻ്റെ കൂടെ ഇല്ലായിരുന്നു. മാവേലി മന്ത്രം വേണ്ടത്ര വായിക്കപ്പെട്ടിട്ടില്ല. ഇനി ആധുനികർ കഴിഞ്ഞിട്ട് ചെറുകഥയിൽ വന്ന ഒരു തലമുറയുണ്ടല്ലോ. ഇപ്പോൾ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെയും സുഭാഷ് ചന്ദ്രത്തിൻ്റെയും ഒക്കെ തലമുറയ്ക്ക് നിരൂപകരെ കിട്ടി, ആവശ്യത്തിലേറെ കിട്ടി. അവർക്ക് വാരികകളിലെ കവർ ചിത്രങ്ങളാകാൻ കഴിഞ്ഞു. മലയാളത്തിൽ ഒരു കഥാ ജനറേഷൻ്റെ മികച്ചതാണോ എന്ന് വെളിപ്പെടുത്താനുള്ള ഒരേ ഒരു ഉദാഹരണം മാതൃഭൂമി വാരാന്ത പതിപ്പിൻ്റെ കവർ ഫോട്ടോ ആയിട്ട് കഥാകൃത്തിൻ്റെ ഫോട്ടോ വന്നോ എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ വന്നവരെല്ലാം സിലബസ് കയറിയിട്ടുണ്ട്. ഇവരുടെ കഥയുടെ മേന്മ കൊണ്ടല്ല, മേന്മയില്ലാത്ത എത്രയോ കഥകൾ സിലബസിലേക്ക് എടുത്തത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ കവറിൽ കമൽറാജ് സജീവ് ഫോട്ടോ അച്ചടിച്ചുകൊണ്ട് മാത്രമാണ്. അങ്ങനെ 10, 20, 30 കഥാകൃത്തുകൾ ഒന്നിച്ച്, ഞാൻ പറയുന്നത് ഈ എഴുത്തുകാരെ ഉണ്ടാക്കിയെടുക്കുന്നത് നിരൂപകർ ഉൾപ്പെടെ, ആഴ്ചപ്പതിപ്പുകൾ ഉൾപ്പെടെ, എഡിറ്റർമാർ ഉൾപ്പെടെ, വായനക്കാർ ഉൾപ്പെടെ അവർ ഇടപെടുന്ന ഒരു ഇടപെടലിൻ്റെ ഭാഗം കൂടിയാണ്. അല്ലാത്ത എഴുത്തുകാരല്ല, ഒരുപാട് എഴുത്തുകാർ. ഇപ്പോൾ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്ന് നമ്മൾ 3 പേരെ എണ്ണുമ്പോൾ അതിനിടയിലൂടെ എണ്ണാതെ കടന്നുപോയ എത്രയോ എഴുത്തുകാരുണ്ട്, എത്രയോ പേരുണ്ട്. നിരൂപകരുടെ സ്ഥാനം വളരെ വലുതാണ്. ഇപ്പം നമ്മുടെ പ്രശ്നം മലയാളത്തിലെ നോവലിസ്റ്റുകൾ ഒന്നടങ്കം നിരൂപകനെ ആവശ്യമില്ല എന്ന് പറയുന്നു. അത് അസാധാരണമാണ്. KP അപ്പൻ്റെയോ അല്ലെങ്കിൽ രാധാകൃഷ്ണൻ്റെയോ നരേന്ദ്രപ്രസാദിൻ്റെയോ ഭാസ്കരൻ നായരുടെയോ ഒക്കെ എഴുത്തിൽ എവിടെയും എം കൃഷ്ണൻ നായരുടെയോ, എം കൃഷ്ണൻ നായർ ചീത്ത വിളിച്ചാലും സാരമില്ല, ഒന്ന് പരാമർശിച്ച് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിരുന്ന എഴുത്തുകാരുടെ ഒരു ശ്രേണിയിലെ ഇങ്ങേയറ്റത്തെ ആളുകളാണ് പറയുന്നത് ഞങ്ങൾക്ക് നിരൂപകരെ വേണ്ട എന്നാണ് പറയുന്നത്. അവർ പകരം ചോദിക്കുന്നത് നിരൂപകൻ എന്ത് തേങ്ങയാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നത് എന്നാണ്. PK രാജശേഖരനൊക്കെ ഉത്തരം പറയേണ്ട ചോദ്യമാണത്. നിങ്ങൾ നോക്കൂ, N മോഹനൻ്റെ ഒരിക്കൽ എന്ന നോവലാണല്ലോ മലയാളത്തിൽ പുതിയ ഒരു ജനപ്രിയ ട്രെൻഡ് തുടങ്ങിയിട്ടത്. അത് 1-ാം വരവിൽ പരാജയപ്പെട്ടു പോയി, ആരും വായിച്ചിട്ടൊന്നുമില്ല. 2-ാം വരവ് അതങ്ങോട്ട് ഹിറ്റായപ്പോൾ തൊലിപ്പുറമേയുള്ള പ്രണയം, വിരഹം, ഒരല്പം മസാല എന്ന് പറയാം. മസാല നല്ലൊരു ഉപദംശമാണല്ലോ, മസാല ഇല്ലാതെ മാംസം വേവില്ല, പച്ചക്കറിയും വേവില്ല, അവിടെ തെറ്റായ വാക്കല്ല. അല്പം മസാല ചേർത്ത് ഇന്ന് കാണുന്ന ജനപ്രിയ നോവലുകളുടെ പുതിയ ഒരു കുത്തൊഴുക്കുണ്ടാകുന്നത് ഈ ഒരിക്കൽ എന്ന് പറയുന്ന നോവൽ വരുന്നതോടു കൂടിയാണ്.
എൻ്റെ ചോദ്യം, മലയാളത്തിൽ ഏത് ഉണ്ട്, രാജശേഖരനൊക്കെ എഴുതിയിട്ടുണ്ട്, ഞാൻ ജനറലൈസ് ചെയ്യുകയില്ല. മലയാളത്തിലെ ഏത് നിരൂപകനാണ് മലയാളത്തിലെ ഈ ജനപ്രിയം എന്ന മുമ്പുണ്ടായിരുന്ന ഒരു ശ്രേണി മറ്റൊരർത്ഥത്തിൽ തിരിച്ചു വന്നപ്പോൾ അതിനെ ആധികാരികമായി വസ്തുനിഷ്ഠമായി വിലയിരുത്തിയത്? ആരും മിണ്ടിയിട്ടില്ല. കാരണം എന്താണെന്നറിയോ, പലരും സുഹൃത്തുക്കളാണ്, എഴുതാൻ പറ്റില്ല. എൻ്റെ വീട്ടിനടുത്തുള്ള, എൻ്റെ വളരെ വേണ്ടപ്പെട്ട, എൻ്റെ കോളേജിൽ പഠിപ്പിക്കുന്ന, എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. അവനെതിരെ എഴുതാൻ പറ്റില്ല. നിരൂപകൻ്റെ മൗലികമായ ഗുണം സത്യസന്ധതയാണ്. ആ സത്യസന്ധത സ്കോളർഷിപ്പുമാണ്. ഇത് മറ്റ് എന്ത് ഇല്ലെങ്കിലും സത്യസന്ധതയും പാണ്ഡിത്യവും ഇല്ലാത്ത ഒരാൾക്ക് നിരൂപകനാകാൻ പറ്റില്ല. ഇത് രണ്ടും ക്രിയേറ്റീവ് റൈറ്റർക്ക് വേണ്ട. സത്യസന്ധത ആവശ്യമേ ഇല്ല. പാണ്ഡിത്യം അടുത്തുകൂടെ പോവുകയും ചെയ്യരുത്. പാണ്ഡിത്യം എത്ര കൂടുന്നോ അത്രയും ക്രിയേറ്റീവ് റൈറ്റിംഗ് കൊളായി മാറും, നമുക്കറിയാം. നിരൂപകൻ പക്ഷെ തിരിച്ചാണ്. നിരൂപകന് ഇത് രണ്ടും ഇല്ലാതെ, സത്യസന്ധത ഇല്ലാതെ, സ്കോളർഷിപ്പ് ഇല്ലാതെ നിരൂപകന് ഒരു വരി പോലും എഴുതാൻ പറ്റില്ല. ഞാൻ മറ്റൊരു നോവൽ സാഹചര്യം കൊണ്ടുവരാം. ടി.പി. രാജീവൻ്റെ പാലേരി മാണിക്യം എന്ന് പറയുന്ന കൃതിയാണ് മലയാളത്തിൽ അതൊരു ഡിറ്റക്റ്റീവ് നോവൽ അല്ലെങ്കിൽ പോലും ഡിറ്റക്റ്റീവ് നോവലുകളുടെ രണ്ടാം വരവിന് തുടക്കമിട്ടത്. രാജീവൻ അസാമാന്യമായ റൈറ്റർ ആയതുകൊണ്ട് മലയാളം ഇന്ന് വരെ വേണ്ടത്ര വിലയിരുത്താത്ത, അത്ര ആഴത്തിൽ ഖനനം ചെയ്താൽ മാത്രം കിട്ടുന്ന രത്നങ്ങൾ തൻ്റെ എഴുത്ത് ജീവിതത്തിൽ സ്വായത്തമാക്കിയ ഒരാളായതുകൊണ്ട് അത് വായനാസുഖവും ഉണ്ട്, അതിന് അതേപടി തന്നെ അതിന് സാഹിത്യമായ ഔത്കൃഷ്ട്യവും ഉണ്ട്. അതിൻ്റെ ഒരു തുടർച്ച, ഡിറ്റക്റ്റീവ് പരിവേഷമുള്ള നോവലുകളുടെ ഒരു തുടർച്ച വന്നപ്പോൾ മലയാളത്തിലെ എത്ര നിരൂപകരാണ് ഈ ഒരു ശ്രേണിയെ സത്യസന്ധമായി വിലയിരുത്തിയത്? മിണ്ടിയിട്ടില്ല, മനസ്സിലായിട്ടില്ല. ഇതിന് കാരണം വലിയ നിരൂപകർ, നമ്മൾ നേരത്തെ പറഞ്ഞ വലിയ നിരൂപകരുടെ ഇപ്പോൾ ഒറ്റ ലേഖനം കൊണ്ട് ഒരു കവിയെക്കുറിച്ചുള്ള ഔട്ട്ലുക്ക് വരെ മാറ്റിക്കളഞ്ഞ ആളാണ് എം.എൻ. വിജയൻ. പാവം വൈലോപ്പിള്ളി ജീവിതകാലം മുഴുവൻ ഇരുന്ന് എഴുതിയ മനോഹരമായ കാവ്യങ്ങളെ മുഴുവൻ രോഗാതുരമായ ഒരു ഭാവനയുടെ റിസൾട്ടാണ് എന്ന് വരുത്തി തീർത്തത് വിജയൻ മാഷാണ്. വിജയൻ മാഷ് മാമ്പഴം വായിച്ചതിൽ നിന്ന് കുതറാൻ മലയാളിക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല. വൈലോപ്പിള്ളി എന്തോ മഹാപാതകം ചെയ്തു എന്നും, സാരി നീ ചെരിച്ചേറ്റിപ്പോകെ നിൻ മൃദുരോമ ചരുവാം കണങ്കാൽ കണ്ട് എനിക്ക് പാവം തോന്നി, പിറകിൽ നടന്നുകൊണ്ടാണ് നോക്കിയത്. വിജയൻ മാഷ് അത് മറച്ചു വെച്ചു. ചളിയിൽ ഒരാൾ മുമ്പിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിറകിൽ പോകുന്ന ആൾ ആ കാലിൽ നോക്കും. അതിനെ ഒരു രോഗാവസ്ഥയായി ചിത്രീകരിക്കുകയും കഴിയുന്നത്ര വൈലോപ്പിള്ളിയുടെ വരികൾ കോണ്ടക്സ്റ്റിൽ നിന്ന് മാറ്റി തെറ്റി എഴുതുകയും അതിനെ ഞാൻ വിജയമാഷ കുറ്റം പറയുകയല്ല. ഒരു നിരൂപകൻ ഒരു കവിയെക്കുറിച്ചുള്ള ഔട്ട്ലുക്ക് മലയാളത്തിൽ എങ്ങനെ മാറ്റിയെടുത്തു എന്നാണ്. ആശാനെക്കുറിച്ചുള്ള ഔട്ട്ലുക്ക് മാറ്റിയെടുത്തതിൽ മുണ്ടശ്ശേരിക്ക് വലിയ പങ്കുണ്ട്. അത് ശരിയായാലും തെറ്റായാലും അങ്ങനെയാണോ ആശാനെ വായിക്കേണ്ടത് എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എവിടെയെങ്കിലും ഒരു ആണും പെണ്ണും തമ്മിൽ പ്രണയിച്ചാൽ ജീവാത്മാവ് പരമാത്മാവ് എന്ന് പറഞ്ഞ് ഓടി വരുന്ന ശല്യങ്ങളിൽ നിന്ന് കുമാരനാശാനെ രക്ഷിച്ചെടുത്തത് മുണ്ടശ്ശേരി തന്നെയാണ്. അതിനു മുമ്പ് പ്രണയം ഉണ്ടായിരുന്നില്ല, ജീവാത്മാവും പരമാത്മാവും ആയിരുന്നു. അത് ടാഗോറിൽ അങ്ങനെയായിരുന്നു, ബഷീറിൽ അങ്ങനെയായിരുന്നു, ആശാനിൽ അങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, മലയാള സാഹിത്യത്തിനകത്ത് ഇന്ന് നാം പരിചയപ്പെടുന്ന എല്ലാ വഴികളാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത് നിരൂപകർ തന്നെയാണ്. ലോകത്തെ എല്ലായിടത്തും അങ്ങനെയാണ്. അതുകൊണ്ടാണ് നിരൂപകൻ അല്ലെങ്കിൽ നിരൂപക എന്ന് പറയുന്ന ഒരു അസ്തിത്വം ഉണ്ടാകുന്നത്. നാം ചിലരെയൊക്കെ നിരൂപകർ എന്ന് വിളിക്കും. മരിച്ചു കഴിഞ്ഞാൽ അവർ വൻകിട നിരൂപകരാണ് എന്നൊക്കെ പറയും. പക്ഷെ ഓർത്തു നോക്കുമ്പോൾ ഓർമ്മയിൽ വെക്കാവുന്ന ഒരു നിരൂപണം പോലും അവരുടേത് ഉണ്ടാവില്ല. പക്ഷെ ചിലയിടത്ത് അങ്ങനെയല്ല. എല്ലാ കാലത്തിനും അവരവരുടെ നിരൂപകർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആധുനികർക്ക് ശേഷം UK കുമാരൻ്റെയും VR സുധീഷിൻ്റെയും അക്ബർ കട്ടലിൻ്റെയും ഒക്കെ തലമുറ വന്നല്ലോ. ആ തലമുറക്ക് ഒറ്റ നിരൂപകനെയും കിട്ടിയിട്ടില്ല. കാരണം നിരൂപകർക്ക് അവരെ മനസ്സിലായിട്ടില്ല. അതൊരു അന്തരാള ഘട്ടമായിരുന്നു. ആ ഘട്ടം കഴിഞ്ഞ് അടുത്ത തലമുറ വന്നപ്പോൾ നിരൂപകർക്ക് അവരെ മനസ്സിലായി. അതേപോലൊരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോഴുള്ള നോവലിസ്റ്റുകൾ കടന്നു പോകുന്നത്. ഇപ്പം നിരൂപകൻ്റെ കയ്യിലുള്ള കോപ്പനുസരിച്ച് ഇത് വിലയിരുത്താൻ ത്രാണിയുള്ള നിരൂപകർ വളരെ കുറവാണ്. ഒന്നുകിൽ ഇത് ശരിയാണ്, നിരൂപകൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം ശരിതെറ്റുകളെക്കുറിച്ചുള്ള ജ്ഞാനപരമായ വിശകലനം തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്ന് വിധിക്കുകയല്ല, ഇന്നത് ശരിയാവാനുള്ള വഴികളും ഇന്നത് തെറ്റാവാനുള്ള വഴികളും ഇന്നതാണ് എന്ന് വിശദീകരിക്കുകയാണ്. നോട്ട് ജഡ്ജ്മെൻറ്റ് ബട്ട് എക്സ്പ്ലനേഷൻ ആണ് നിരൂപകൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ മലയാളത്തിലെ സമകാലിക നിരൂപകർ ഒന്നടങ്കം പരാജയമാണ്. ഒന്നടങ്കം എന്നുള്ള വാക്ക് ഞാൻ വേണമെങ്കിൽ തർക്കത്തിന് വേണ്ടി മാറ്റാം, കാരണം അതൊരു ശരിയായ പ്രയോഗമല്ലല്ലോ. 99%, 1% എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചു. 99% ആ പണിക്ക് കൊള്ളാത്തവരാണ്. അവർക്ക് ആകെ അറിയാവുന്നത് ആസ്വാദനക്കുറിപ്പുകൾ എഴുതാൻ മാത്രമാണ്. അതാകുമ്പോൾ എളുപ്പമാണ്. ആസ്വാദനക്കുറിപ്പല്ല, നേരത്തെ രാജശേഖരൻ പറഞ്ഞ പോലെ നിരൂപണം.
നിരൂപണം ഒരു ജീവി അതിൻ്റെ രക്തത്തിൽ നിന്ന്, മജ്ജയിൽ നിന്ന്, മാംസത്തിൽ നിന്ന് മറ്റൊരു ജീവിയെ നിർമ്മിക്കുന്നത് പോലെ പെയിനുള്ള ഒരു ഏർപ്പാടാണ്, ബ്ലീഡിംഗ് ആണ്. വൈലോപ്പള്ളി പറഞ്ഞ കേവലം ഒരു മായാമയൂര തൂവലാക്കുവതെന്തിനൻ തൂവൽ, ആ വഴിക്കത് വീഴുവതിന് മുമ്പൻ ജീവശോണിത സത്യമൂറട്ടെ എന്ന് പറയുന്നില്ലേ? ആ ജീവശോണിത സത്യമാണ് നിരൂപണം. അതറിഞ്ഞുകൂടാത്ത കുറേ ആളുകൾ കുമാരനാശാൻ്റെ കവിതയിലെ ബീഡി, വള്ളത്തോൾ കവിതയിലെ പ്രാവ്, എന്നിട്ട് കുറേ 10 കവികളെ എടുക്കുക, അവരുടെ കവിതയിൽ എവിടെയൊക്കെ പ്രാവ് ഉണ്ട് എന്ന് അന്വേഷിക്കുക, എന്നിട്ട് 1, 2, 3 എന്ന് എഴുതുക. ഇതാണ് മലയാള നിരൂപണം എന്ന് നാം വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഒരു പെയിനും ഇല്ല, അവർക്ക് വർഷങ്ങളുടെ അന്വേഷണവും ഇല്ല. ഒരു വരി എഴുതാൻ ദിവസങ്ങളോളം ഒരു ക്രിയേറ്റീവ് റൈറ്റർ ഒരു വാക്കിന് വേണ്ടി ദിവസങ്ങളോളം അലയുന്നത് പോലെ ഒരു നല്ല തുടക്കത്തിന് വേണ്ടിയോ ഒരു നല്ല വിശകലനത്തിന് വേണ്ടിയോ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നില്ല. ഒരു ബസ് യാത്രയിൽ ഒരു കടലപ്പൊതി അഴിച്ച് കുറിക്കുന്ന ലാഘവത്തിൽ ഒരു പുസ്തകം വായിച്ച് വിമർശനം വരും. അതിനെയാണ് വിമർശനം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിമർശകൻ്റെ മുഖത്ത് നോക്കി എഴുത്തുകാർ പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട എന്ന്. മുമ്പൊരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. രോഗികൾ ഡോക്ടറോട് പറയുന്നു ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട എന്ന് പറയുന്ന അതേ അവസ്ഥയാണ്. ഇത് സിലബസിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ തുടർച്ച തന്നെയാണ് സിലബസിൽ ഉണ്ടാകുന്നത്. എവിടെയും സിലബസൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര രസമാണ്. തലേന്ന് രാത്രിയാണ്, എന്നാണോ ഇത് ഫൈനൽ വെക്കേണ്ടത്, തലേന്ന് രാത്രി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കോള് വരും. ചന്ത പ്രമേയമായി ഒരു കഥ വേണം. അപ്പം നിങ്ങൾ വേറെ 10 സുഹൃത്തുക്കൾക്ക് സബ് കോൺട്രാക്റ്റ് കൊടുക്കും, അവർ 10. കുറേ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരാൾ എഴുതിയ ചന്ത എന്ന് പറയുന്ന കഥ കൊടുക്കും, അത് വരികയും ചെയ്യും. മിക്കവാറും സിലബസൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അടുത്ത റൗണ്ടിലേക്ക് പോട്ടെ. ഞാൻ ഒരു രാജശേഖരൻ സാറിനോട് തന്നെ ഒരു ചോദ്യം തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാർ അത് ശ്രദ്ധിക്കണം, നിങ്ങൾ രണ്ടുപേരും ആ വിഷയത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ഞാനത് ചില വിഷയങ്ങളിലേക്ക് ഊന്നിക്കൊണ്ട് നിരൂപണം കൊണ്ടുവന്നാൽ ശ്രദ്ധിക്കപ്പെടുമെന്നൊരു തോന്നൽ, അതിൻ്റെ ഒരു ചില സമയത്ത് അതൊരു ഒരു സ്വഭാവത്തിലേക്ക് വല്ല മാറും. ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. മലയാളത്തിലെ ചില പഠനങ്ങൾ, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ സജീവമായതിനു ശേഷം ചില തരം പഠനങ്ങൾക്കാണ് പ്രസക്തി എന്ന് പറയുന്നു. അത് എഴുത്തുകാരനും ബുദ്ധിമുട്ടുണ്ടാക്കും, നിരൂപകനും ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല എന്ന് തോന്നുന്ന ചില വിഷയങ്ങളെ ഊന്നി നിന്നുകൊണ്ട് നിരൂപണം അല്ലെങ്കിൽ പഠനം മാറുന്ന ഒരു രീതി എനിക്ക് തോന്നുന്നു മറ്റു ഭാഷകളെ അപേക്ഷിച്ച് മലയാളത്തിൽ അത് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. ചില വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് പഠനങ്ങൾ പോവുക, അതിന് നമ്മൾ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പേരിട്ട് വിളിക്കുക, പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്. കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പേരിട്ട് വിളിക്കുക, സാംസ്കാരിക പഠനമാണെന്ന് പറയുക. പക്ഷെ ആത്യന്തികമായി അത് ലക്ഷ്യമാക്കുന്ന ചില സാഹിത്യേതരമായ കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ സാഹിത്യം സമൂഹത്തിൻ്റെ ഭാഗമാണെങ്കിൽ തന്നെ സാഹിത്യേതരമായ സംവാദങ്ങളിലേക്കോ വ്യക്തിഹത്യയിലേക്കോ നയിക്കുന്ന തരത്തിലേക്ക് മാറുന്ന ഒരു ശീലവും ഉണ്ടാകുന്നില്ലേ? അതിനെ നമ്മൾ സാമൂഹ്യ പഠനം എന്ന് വിളിക്കും, സാംസ്കാരിക പഠനം എന്ന് വിളിക്കും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, സത്യത്തിൽ ഈ പറഞ്ഞ പോലെ ആ സമയത്തേക്ക് ഒരു ബഹളം അത് ശരിക്കുള്ള നിരൂപകരെ പലപ്പോഴും കുഴപ്പത്തിലാക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. ചില കൃതികൾ എടുത്തു വച്ചിട്ട് ആ കൃതികൾ ഇന്നതാണ് ലക്ഷ്യമാക്കുന്നതെന്ന് പറയുക, ആ ലക്ഷ്യമുള്ളത് കൊണ്ട് തന്നെ എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ സാറിന് ചോദ്യം മനസ്സിലാക്കാൻ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയാം. ചിലതരം അധികാരങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് വരുന്നത് കൊണ്ടല്ലേ നിരൂപണം കുറച്ചെങ്കിലും സൈലൻ്റ് ആയി പോകുന്നത്? അല്ല, സുരേഷ് ചോദിച്ചതന്നെ എന്തൊക്കെയോ മൂടി വെച്ചുകൊണ്ടാണല്ലോ ഈ ചോദിച്ചത്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം അതിനകത്തുണ്ട്, പറഞ്ഞത് സ്പെസിഫിക് അല്ല. അപ്പോൾ ആദ്യം ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. രാജേന്ദ്രൻ പറഞ്ഞതിനകത്ത് എനിക്ക് വളരെ യോജിപ്പുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ നേരത്തെ സന്തോഷ് പറഞ്ഞല്ലോ ഈ സൈദ്ധാന്തികത. എന്നെ കൊണ്ടൊരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഈ സാഹിത്യ സിദ്ധാന്തത്തിൻ്റെ പാഠപുസ്തകം എഴുതിച്ചത് ഈ രാജേന്ദ്രനാണ്. രാജേന്ദ്രക്കാരനാണ് ഞാനിത് എഴുതിയത്. പിന്നെ രാജേന്ദ്രൻ നേരത്തെ പറഞ്ഞ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒന്നാം തരം നോവലുകളുണ്ടല്ലോ, പ്രകൃതി നിയമം, ബേബിയുടെ മാവേലി മെൻറ്റർ, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായ പഠനങ്ങൾ നേരത്തെ സുരേഷ് പറഞ്ഞ അന്ധനായ ദൈവം എന്ന പുസ്തകത്തിൽ എഴുതിയ ആളാണ് ഞാൻ. നമ്മൾ ഈ കറക്ഷൻ ഒറ്റ അതിപ്പോൾ പറഞ്ഞേ പറ്റൂ. ഞാൻ അങ്ങനെ എല്ലാവരും എഴുതിയില്ല എന്നല്ല, മറ്റേ 1% അതെന്നെ ഉദ്ദേശിച്ചെന്നും എന്നെ മാത്രം ഉദ്ദേശിച്ചെന്നും ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം, നേരത്തെ രാജേന്ദ്രൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അത് ശരിക്ക് രാജേന്ദ്രൻ മൗലികമായിട്ടാണ് പറഞ്ഞെങ്കിൽ ഈ പോയിന്റ് വേറെ നേരത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളത് വായിച്ചിട്ടല്ല, കുമാരനാശാൻ, ഉള്ളൂർ, ഈ 3 പേരെ മുഴുവൻ വായിച്ചിട്ടല്ല ഇവരിലെ ഒരു സ്ഥാനക്രമം നിങ്ങൾ നിശ്ചയിച്ചത്. ഇത്
പിയർ ബയാർഡ് എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് നിരൂപകൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങളെക്കുറിച്ച് എങ്ങനെ സംസാരിക്കാം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതീവ രസകരമായ ഒരു സാഹിത്യ നിരൂപണ പുസ്തകമാണ്. ഇതിൻ്റെ അർത്ഥം ബയാർഡ് ഇതൊന്നും വായിച്ചിട്ടില്ലെന്നൊന്നും അല്ല കേട്ടോ, അയാൾ വലിയ സ്കോളറാണ്. വായിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങളെ പറ്റി എങ്ങനെ സംസാരിക്കും? അയാൾ പറയുന്നത് എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടല്ല, മഹാഭാരതം മുഴുവൻ വായിച്ചിട്ടല്ല അതൊരു മഹത്തായ കൃതിയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചത്. കാരണം നമ്മുടെ സംസ്കാരത്തിലും വായനയിലും നമുക്ക് മുമ്പ് വായിച്ച നമ്മൾ മൂല്യം കൽപ്പിക്കുന്ന വിവേകികളായ വായനക്കാർ, സാഹിത്യ നിരൂപകർ, പണ്ഡിതർ അതിനൊരു മൂല്യം കൽപ്പിച്ച് ആ മൂല്യത്തെ നമ്മൾ വിശ്വസിക്കുന്നു. ഇതാണ് നിരൂപകന് കൽപ്പിച്ചിരിക്കുന്ന മൂല്യം. ഇപ്പോൾ ഈ സുരേഷ് പറഞ്ഞ ഈ കാര്യം ഞാൻ ഒന്ന് വ്യക്തമാക്കാം. സുരേഷ് മൂടി വെച്ചാൽ പറഞ്ഞത്. സുരേഷ് ഇത് പറഞ്ഞ ഇനി ആളെങ്കിലും ബഹളം ഉണ്ടാക്കുമെന്ന്. അതായത് സെക്ടേറിയനായ റീഡിങ്സ്, സ്ത്രീയുടെ പക്ഷത്ത് നിന്ന്, ദളിതരുടെ പക്ഷത്ത് നിന്ന്, അങ്ങനെ പോസ്റ്റ് കൊളോണിയൽ റീഡിങ്, ഇതൊക്കെ സാധ്യമാണ് സുരേഷ്. ഒരു കൃതിയെ ഒരു സാകല്യേന മാത്രം വായിക്കാൻ പറ്റില്ല. അത് ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ വായിക്കാം, അതിനകത്തുള്ള വൈരുദ്ധ്യങ്ങളുടെ വെളിച്ചത്തിൽ വായിക്കാം. ഒരു പുസ്തകവും അത് മുഴുവൻ പറയുന്നത് സത്യമാകണമെന്നില്ല. ആ ഒരു കൃതി, ഒരു നോവൽ അവതരിപ്പിക്കുന്നതിനകത്ത് അനേകം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവാം. ആ വൈരുദ്ധ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന തരം വായനകളും ലോകത്ത് സാധ്യമാണ്. അതിന് നമ്മൾ പലതരം സൈദ്ധാന്തികവും ചരിത്രപരവുമായ ഉപാദാനങ്ങൾ ഉപയോഗിച്ചാണ് നിരൂപകർ വായിക്കുന്നത്. അപ്പോൾ എല്ലാ നിരൂപകർ എഴുതുന്ന മുഴുവൻ വായിക്കുക സാധ്യമല്ല. ഇന്നിപ്പോൾ നമ്മൾ ഈ മുണ്ടശ്ശേരിമാരാരെന്ന് പറഞ്ഞാൽ അവരെഴുതിയ കാലത്ത് മലയാളത്തിലെ സാധാരണ വായനക്കാർ മുഴുവൻ അവരെ വായിച്ചുകൊണ്ടാണ് ഇരുന്നതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? അത് വായിച്ചിരുന്നില്ല. അതെപ്പോഴും സാഹിത്യം എല്ലാവരും വായിക്കും, സർഗാത്മക സാഹിത്യം. എന്നാൽ സാഹിത്യത്തെക്കുറിച്ചുള്ള സാഹിത്യം, അതായത് പഠനം, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സവിശേഷമായി പഠിക്കുന്നവർ മാത്രമാണ് സാധാരണഗതിയിൽ വായിക്കുന്നത്. അല്ലാതെ ആഴ്ചതോറും ആളുകളിൽ ഇളക്കം ഉണ്ടാക്കുന്ന തരം പോപ്പുലർ ലേഖനങ്ങൾ എഴുതുന്നത് സാഹിത്യ നിരൂപകൻ്റെ ജോലി അല്ല. പിന്നെ പ്രശംസ ചൊരിയലും അല്ല. ഒരു നിരൂപകൻ ചെയ്യുന്ന ഒരു പണി മാത്രം ഞാൻ പറയാം. ഈ നോവൽ എന്ന് പറഞ്ഞ സാഹിത്യ രൂപത്തിൻ്റെ പ്രത്യേകത, അത് എല്ലാം കെട്ടുകഥയാണല്ലോ, മൊത്തം ഫിക്ഷനാണ്. എന്നാൽ നോവൽ എപ്പോഴും അഭിനയിക്കുന്നത് ഞാൻ യാഥാർത്ഥ്യമാണ് എന്നാണ്. സ്വന്തം ഫിക്ഷണാലിറ്റി മറച്ചു വെച്ചുകൊണ്ട് യാഥാർത്ഥ്യമായി അഭിനയിക്കുന്ന ഒരു ഫിക്ഷനാണ് ഈ നോവൽ. ഇതൊന്നും സത്യമല്ല എന്ന് നമുക്കറിയാം. ഇതെല്ലാം ഒരു ഓതർ സൃഷ്ടിച്ചതാണ്. അപ്പോൾ ഈ ഓതർ ആരെ വെച്ചുകൊണ്ടാണ് ഇത് എഴുതുന്നത്? അയാൾ മനസ്സിലൊരു എഴുത്തുകാരനെ, ഒരു വായനക്കാരനെ സങ്കല്പിക്കുന്നുണ്ട്. എഴുത്തുകാരൻ ആ വായനക്കാരനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് സന്തോഷം എഴുതുന്നത്. ആ വായനക്കാരനെ സാഹിത്യ നിരൂപകൻ വിളിക്കുന്നത് ഇംപ്ലൈഡ് റീഡർ എന്നാണ്. ആ ഇംപ്ലൈഡ് റീഡർ എന്ന് പറയുന്നത് നിങ്ങളോ ഞാനോ ഉൾപ്പെടുന്ന യഥാർത്ഥ ചൊരയും മാംസവുമുള്ള യഥാർത്ഥ വായനക്കാരല്ല. ആ റിയൽ റീഡറെ ഒരിക്കലും ഈ നോവലിസ്റ്റ് അഡ്രസ്സ് ചെയ്യുന്നില്ല. എന്നാൽ സാഹിത്യ നിരൂപകൻ ഈ രണ്ടു തരം വായനക്കാരെയും അഡ്രസ്സ് ചെയ്യുന്നു. ഒന്ന്, ഇതിനകത്ത് ഈ പറയുന്ന ഈ ഇംപ്ലൈഡ് റീഡറെ ആദ്യം എടുക്കുന്നു. ആ ഇംപ്ലൈഡ് റീഡറോട് സംസാരിക്കുന്ന ഈ നോവലിനെ പഠിക്കുമ്പോൾ ഒരു വായനക്കാരൻ, അത് ആസ്വദിക്കുന്ന വായനക്കാരനെ സംബന്ധിച്ച് ആ കഥ ആസ്വദിക്കുന്നു. അത് അയാളുടെ മനസ്സിലുണ്ടാക്കുന്ന ചലനങ്ങൾ, അയാളുടെ മനസ്സിലുണ്ടാകുന്ന വികാസം, അയാളിൽ ഉണ്ടാക്കുന്ന ഒരുപാട് തരം വികാരങ്ങൾ, ഇതൊക്കെ അനുഭവിക്കുന്നത്. എന്നാൽ സാഹിത്യ നിരൂപകൻ ഈ വികാരങ്ങൾ സാധ്യമാക്കുന്നതിന് എന്തൊക്കെ ടൂൾസാണ് ഈ എഴുത്തുകാരൻ ഉപയോഗിച്ചത് എന്ന് ആലോചിക്കുന്നു. അതിലൊന്ന്, ഏത് കഥയും പറയണമെങ്കിൽ അതിനൊരു മോഡ് വേണമല്ലോ, ഒരു പ്രകാരം വേണം. അതിന് നറേറ്റീവ് എന്നാണ് വിളിക്കുന്നത്. ഇയാളുടെ ആഖ്യാന രീതി എന്താണ്, ഇയാൾ ഉപയോഗിച്ച ഭാഷ എന്താണ്. അപ്പോൾ വേറെ ചിലർ ഇത് ഏത് ചരിത്ര സാഹചര്യത്തെയാണ് ഇയാൾ എഴുതുന്നത്, ഇത് യഥാർത്ഥ ചരിത്രത്തെ വൾഗറൈസ് ചെയ്യുകയാണോ, ഇതിൻ്റെ ചരിത്രപരമായ പ്രസക്തി എന്താണ്. അപ്പോൾ ചരിത്രത്തെ ആധാരമാക്കി പഠിക്കുന്നു. രണ്ടാമത്, ഇത് റീഡിങ്ങിൽ എന്ത് തരം അർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു. എഴുത്തുകാരൻ എഴുതിയപ്പോൾ ഉണ്ടാക്കിയ അർത്ഥം തന്നെയാണോ ഒരു നോവൽ വായിക്കുമ്പോൾ ഉണ്ടാക്കുന്നതെന്ന് സംശയാസ്പദമല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അർത്ഥം തോന്നും. എന്നാൽ അങ്ങനെ ഓരോരുത്തർക്കും തോന്നി ഓരോരുത്തർക്കും ഓരോ അർത്ഥം വായിച്ചാൽ ഒരു നോവലായി തീരുമോ? ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ സാഹിത്യ നിരൂപകൻ ചെയ്യുന്നത് ഈ ഇംപ്ലൈഡ് റീഡറിൻ്റെ കാര്യം പറഞ്ഞു നിർത്തി അതിൻ്റെ നറേറ്റീവ് ടെക്നിക്ക്, ഭാഷ, അങ്ങനെയുള്ള അതിൻ്റെ ഫിലോസഫി തുടങ്ങിയ കാര്യം, അതിൻ്റെ മെറ്റഫറുകൾ, ഇതെല്ലാം മാറ്റി വെച്ചിട്ട് വായനക്കാരിൽ ഇതിലുണ്ടാവുന്ന റെസ്പോൺസ്, ഇതെന്ത് തരം പാഠമാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാലത്ത് ഒരു നോവലിലെ നായക കഥാപാത്രമായിരുന്ന, അന്നത്തെ ആളുകൾ മുഴുവൻ ആരാധിച്ച ഫാൻസായിരുന്ന കഥാപാത്രം പിൽക്കാലത്ത് ചിലപ്പോൾ വളരെ മങ്ങിപ്പോവുകയും അന്ന് മൈനർ ക്യാരക്ടറുകളായിരുന്നവർ പിൽക്കാലത്തെ വായനകളിൽ മേജർ ക്യാരക്ടറുകളായി വരികയും ചെയ്യും. ഉദാഹരണത്തിന് ഖസാക്കിൻ്റെ ഇതിഹാസം, അന്നും രവിയായിരുന്നു മേജർ ക്യാരക്ടർ. ഇന്നോ രവിക്കൊപ്പം പ്രാധാന്യമുള്ള എത്രയെങ്കിലും മൈനർ സ്വരങ്ങൾ അതിൽ നിന്ന് ഉയർത്തും. അതൊരു നോവലിൻ്റെ വലിയ മഹത്വമാണ്. എവിടുന്നോ വരുന്ന നോബഡി എന്ന് പറയാവുന്ന മനുഷ്യരെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് മറ്റ് സാഹിത്യ രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിരൂപകൻ എന്ത് ചെയ്യുന്നു? ഇത് പഠിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ നിരൂപകൻ കാണുന്ന ചില പ്രശ്നങ്ങൾ. ഒന്ന്, ഒരു നോവലിസ്റ്റ് എഴുതുകയാണ്, വെളുത്ത നിറമുള്ള പഞ്ഞി എന്നെ ഒരു കലിമ്പടം പോലെ പൊതിഞ്ഞു എന്ന്. അതെങ്ങനെയാണ്? ഈ ഇലവുമരമില്ലേ, ഇലവുമരത്തിൻ്റെ വെളുത്ത മൃദുലമായ പഞ്ഞി
കരിമ്പടം പോലെ പൊതിഞ്ഞു എന്നൊരു വാക്യം എഴുതാൻ പറ്റുന്നത്? പറ്റുമോ? കരിമ്പടം കറുത്തതും ചെമ്മരിയാട്ടിൻ രോമങ്ങൾ ഉണ്ടാകുന്നതുമായ പരിക്കനായ ഒരു വസ്തുവാണ്. ഇതിനകത്ത് സഹചര ഭിന്നത്വം എന്ന് പറഞ്ഞൊരു വാക്യദോഷമുണ്ട്. ഭാഷയിലെ വലിയൊരു ദോഷമാണ് തമ്മിൽ ചേരാത്ത വാക്കുകൾ ചേർക്കുക. അപ്പോൾ നിരൂപകൻ പറയും സഹചര ഭിന്നത്വം എന്ന് പറഞ്ഞാൽ ഒന്നാം തരം കാവ്യദോഷമുണ്ട്. ഇത് പറയുമ്പോൾ ഉടനെ നിരൂപകനോട് കൊടുവാളെടുത്ത് പുറപ്പെടുകയായി സോഷ്യൽ മീഡിയ വഴി ചീത്ത പറയുക, ജാതി പറയുക, മതം പറയുക, പാർട്ടി പറയുക, ഇമാതിരി ആക്രമണം തുടങ്ങുന്നു. ആക്രമണം തുടങ്ങിയിട്ട് കാര്യമില്ല. നിങ്ങൾ നന്നായി വേഷമിട്ട് ചമയമിട്ട് പോകുമ്പോൾ മുഖത്ത് കരി പടർന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു മുഖത്ത് കരി പടർന്നിട്ടുണ്ട്, നിങ്ങൾ നന്നായിരിക്കാനല്ലേ പറയുന്നത്? ഉടനെ തന്നെ കരിയെ ആക്രമിച്ച് കറുത്ത വർഗത്തെ ആക്രമിച്ചു എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അതാണ് നിരൂപകൻ അത് തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെതിരെ ആക്രമണം. അപ്പം നിരൂപകൻ പറഞ്ഞെന്താ, നോവലിനൊരു ഭാഷയുണ്ട്, അതിനൊരു നിലപാട്, അതിന് മൂല്യം എന്നൊരു സംഗതിയുണ്ട്. എല്ലാ വസ്തുക്കൾക്കും മൂല്യമുണ്ടെങ്കിൽ നോവലിനും സാഹിത്യത്തിന് മൂല്യമുണ്ട്. ഈ മൂല്യം എന്ന് പറയുന്നത് കാലമനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. സത്യത്തിൽ സാഹിത്യ നിരൂപകർ ചെയ്യുന്നത് സാഹിത്യത്തിൻ്റെ മൂല്യം തിരിച്ചു കൊണ്ടുവരികയോ ഓരോ കാലത്തും ആ മൂല്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയോ ചെയ്യുന്നു. പക്ഷേ അവരെഴുതുന്നതിന് അതിൻ്റെ ഒരു ഭാഷയുണ്ട്. ആ ഭാഷ എല്ലാ ആളുകളും വായിക്കുന്നില്ല. അത് വായിക്കാതെ നിരൂപണം ഇല്ല എന്ന് നോവലിസ്റ്റുകൾ പറഞ്ഞുകൊണ്ട് എത്ര നോവലിസ്റ്റുകൾ അവരെപ്പം തന്നെ കുറിച്ച് തന്നെ ആളുകളെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ടുണ്ടാകും. മൊത്തം നോവലിനെ കുറിച്ച് മലയാളത്തിൽ സമീപകാലത്ത് കഴിഞ്ഞ 25 കൊല്ലത്തിനിടയിൽ എഴുതപ്പെട്ടിട്ടുള്ള പ്രധാന പ്രബന്ധങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. രാജേന്ദ്രൻ പറഞ്ഞില്ലേ, ഈ നിരൂപകർ പറഞ്ഞ ചില കാര്യങ്ങളാണ് ആളുകൾ പലപ്പോഴും ഡിസ്റ്റൻറ്റ് റീഡിങ് എന്ന് അതിന് പറയുന്നത്. നമ്മൾ വായിച്ചിട്ടില്ലെങ്കിലും നമ്മളത് സമ്മതിക്കുന്നു. ഈ പ്രസംഗവേദിയിലൊക്കെ ഞാൻ കേൾക്കും ഖസാക്കിന് മുമ്പും പിമ്പും എന്ന മലയാള നോവലിനെ വിഭജിക്കുകയാണ്. അപ്പോൾ ഞാനും പറയും കൊള്ളാമല്ലോ ഇത് എന്ന് പറഞ്ഞു. പിന്നെ എനിക്കിത് മനസ്സിലായത് ഇത് ഞാൻ തന്നെ പറഞ്ഞായിരുന്നെന്ന്. അപ്പോൾ എനിക്കിത് എവിടാ പറഞ്ഞതെന്നൊരു ഓർമ്മയില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു യുവ നിരൂപക സുഹൃത്തിനെ ഏൽപ്പിച്ചത് എവിടാ പറഞ്ഞതെന്നൊന്ന് കണ്ടുപിടിച്ച് തരാൻ. അപ്പം നമുക്ക് നമ്മളെ വായിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ശബ്ദം കേൾക്കുന്ന ഇഷ്ടമല്ലല്ലോ. റെക്കോർഡ് ചെയ്ത ശബ്ദം കേട്ടാൽ നമുക്ക് ദേഷ്യം വരും. എന്തൊരു മോശം ശബ്ദമാണ് യേശുദാസൻ എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നത്. കേൾക്കുമ്പോൾ മോശം തോന്നും. അപ്പോൾ പിന്നെ അവസാനം അയാൾ പരാജയപ്പെട്ടു. അവസാനം ഞാൻ തന്നെ കണ്ടുപിടിച്ചു ഇത് ഞാൻ 35 കൊല്ലം മുമ്പ് എഴുതിയതാണ്. അപ്പോൾ അത് ആളുകൾ ആരും ആവർത്തിക്കുന്നു. അപ്പോൾ അത് എൻ്റേതല്ലാതായി മാറുന്നു. ഓരോ കാലത്തിനും ഓരോ തരം മൂല്യപരിശോധനകളുണ്ട്. അങ്ങനെ ഈ എസ്.കെ. പൊറ്റക്കാട്ട് പറഞ്ഞില്ലേ, ഈ പഴയ കൗതുക വസ്തുക്കൾ ശേഖരിക്കുന്ന ഒരു കേവല സഞ്ചാരി മാത്രമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തിൻ്റെ കഥ അവസാനിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ മഹത്തായ നോവലുകളിൽ മൂല്യം വല്ലതുമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു പാവം സഞ്ചാരിയാണ് സാഹിത്യ നിരൂപകൻ എന്ന് മാത്രമേ. സാർ പറഞ്ഞു കൊടുത്ത് ഞാൻ പറയുകയാണ്, എല്ലാവരും വായിക്കുമ്പോൾ പല സമയത്തിന് 2 മിനിറ്റ് കൊണ്ട് നിർത്തിക്കൊണ്ട് എല്ലാവരും വായിക്കുമ്പോൾ പല പുസ്തകങ്ങളെന്ന് പറയും. ഞാൻ തുടങ്ങിയപ്പോൾ ഒരു വാക്ക് ഉപയോഗിച്ച് സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നു, വൈകാരിക ചരിത്രം എന്ന് ഞാൻ പറയും. ഒരു റൈറ്റർക്ക് ഒരു റിയാലിറ്റി ഉണ്ടല്ലോ, ആ റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് നിഷേധിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് നിശബ്ദമാകുന്ന പല സൗണ്ടുകളല്ലേ ഈ നോവലുകളിൽ നിങ്ങൾ ചേർത്ത് വെക്കുന്നത്. ഇനി ബാക്കി കൂടെ പറഞ്ഞു. അങ്ങനെ മനഃപൂർവ്വമായിട്ട് ഏതെങ്കിലും ഒരു വൈകാരിക ചരിത്രം എഴുതാമെന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും തുടങ്ങുന്നു തോന്നുന്നില്ല. അത് ഭയങ്കര കൃത്രിമമായിട്ട് പോകും. പക്ഷേ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾ, ഇപ്പോൾ വലിയൊരു യുദ്ധം നടക്കുകയാണെങ്കിൽ യുദ്ധത്തെ പറ്റി ഡിപ്ലോമാറ്റിക്കായിട്ടോ ഹിസ്റ്റോറിക്കലായിട്ടോ ഒക്കെ ഒരുപാട് ചർച്ചകളും ന്യൂസുകളൊക്കെ വരുന്നത് അത് പത്രപ്രവർത്തകൻ്റെയോ ചരിത്രകാരൻ്റെയൊക്കെ പണിയായിരിക്കും. പക്ഷെ അതിലുള്ളൊരു വ്യക്തിയുടെ പ്രതിസന്ധിയുമായുള്ള ജീവിത സംഘർഷങ്ങളൊക്കെ എഴുതുമ്പോൾ തീർച്ചയായിട്ടും അതാണ് യഥാർത്ഥത്തിൽ വൈകാരിക മുഹൂർത്തം. ഇതാണ് പിൽക്കാലത്ത് കുറേ കഴിയുമ്പോൾ നമ്മൾ ഈ യുദ്ധത്തിൻ്റെ തീക്ഷ്ണതയും അതിൻ്റെ ദുരന്തമൊക്കെ മനസ്സിലാക്കുന്നത്. ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ പറയാമെന്ന് വിചാരിക്കും. രാജേന്ദ്രൻ പറഞ്ഞതിനോട് പരമാവധി ഞാൻ യോജിക്കുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ ഒരു നിരൂപൻ എഴുത്തുകാരെ ഉണ്ടാക്കുന്നു, അത് എഴുത്തുകാരെ സൃഷ്ടിക്കുന്നു എന്ന് പറയും. പക്ഷേ ആ ഒരു നിരൂപകൻ ഉണ്ടായതുകൊണ്ട് മാത്രം എഴുത്തുകാരൻ നിലനിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളുടെ കുറേയും കൂടിയൊക്കെ അയാളുടേതായിട്ടുള്ള യഥാർത്ഥ ഒരു സംഭാവന അല്ലെങ്കിൽ ശേഷി ഉണ്ടെങ്കിലേ അത് നിൽക്കുള്ളൂ. ഇപ്പോൾ മുണ്ടശ്ശേരി തന്നെ ആശാനല്ലാത്ത എത്രയോ പേരെ പ്രശംസിച്ചിട്ടുണ്ടാവും. KP അപ്പൻ ആധുനികരിൽ അനേകം പേരെ ഉയർത്തിപ്പിടിച്ചിട്ട് അതിൽ എത്ര പേര് നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾ പിന്തിരിഞ്ഞിപ്പോൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഉള്ള നിരൂപകരായാലും ഇപ്പോൾ ഏതൊരാളെയും നമുക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഉയർത്തി കാണിക്കാൻ പറ്റിയാലും ഈ പ്രതിഭയുടെ വിശേഷമുള്ള എഴുത്തുകാർ അത് ഒരുപക്ഷെ കാലികമായിട്ടുള്ള പല സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് മാത്രമേ അവർ നിൽക്കാൻ സാധ്യതയുള്ളൂ. ഏതെങ്കിലും ഒരു എഴുത്തുകാരനെ അങ്ങനെ ഒരു സാന്നിധ്യം കൊണ്ട് മാത്രം മുന്നോട്ട് പോകും എന്നുള്ള ഇതിൽ ചെറിയൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ക്രിയേറ്റീവ് റൈറ്ററെ രണ്ട് ക്രിയേറ്റീവ് റൈറ്ററെ 2 ക്രിട്ടിക്കുകൾ 3 പേര് ചേർന്ന് അവരെ കൊണ്ടാകുന്ന തരത്തിൽ സദസ്സുമായിട്ട് സംവദിച്ചെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം ഇതൊരു വലിയ വിഷയമാണ്. ഇനി വേദിയിൽ നിന്ന് ഒരാൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു പരമാവധി 2 മിനിറ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക.
രാജശേഖർ സാറിനോടാണ് ചോദ്യം. 1967 റൊളാങ് ബാർത്ത് ഡെത്ത് ഓഫ് ദ ഓതർ എഴുതി കഴിയുമ്പോൾ ഇപ്പോൾ എഴുത്തുകാരൻ മരിച്ചു, വായനക്കാരന് വ്യാഖ്യാനിക്കാം. അപ്പോൾ ഡോണർ റെസിപ്പിൻ്റെ ഇക്വേഷൻ മാറി, റീഡറിന് പ്രാധാന്യമുണ്ട്. ഇതിന് മറുപടിയായിട്ട് സീൻബുർക്ക് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈസ് ദ ഓതർ റെസ്പോൺസിബിൾ ഫോർ ദ കാറ്റാസ്ട്രോഫിക് മിസ് റീഡിങ് ഓഫ് ദ റീഡർ? ചോദ്യം സാറിനോട് ആവർത്തിക്കുന്നു. ഈസ് ദ ലിറ്റററി ക്രിട്ടിക്, ഈസ് ദ ഓതർ റെസ്പോൺസിബിൾ ഫോർ ദ കാറ്റാസ്ട്രോഫിക് മിസ് റീഡിങ് ഓഫ് ദ ലിറ്റററി ക്രിട്ടിക്? മറ്റുള്ളവർക്കും ചോദ്യം ചോദിക്കണമെന്ന് ചുരുക്കി പറയാം. ബാർത്തിൻ്റെ ആ പ്രശസ്തമായ പ്രബന്ധം പുതിയ നിരൂപണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് എന്നിട്ടും അത് അച്ചടിച്ച പുസ്തകത്തിൻ്റെ പുറത്ത് ബാർത്തിൻ്റെ പുസ്തകത്തിനേക്കാൾ വലുതായിട്ട് അച്ചടിച്ചിരുന്ന ബാർത്തെന്നായിരുന്നു കൂടി നോക്കണേ. റോയൽറ്റി ചെക്കും ബാർത്തിൻ്റെ പേര് തന്നെ വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ പ്രത്യക്ഷമായ അർത്ഥത്തിലല്ല, റീഡർക്കുള്ള പ്രാധാന്യവും ഓരോ കാലത്തും മാറി വരുന്ന അർത്ഥങ്ങളുടെ മാറ്റവുമാണ് ഡെത്ത് ഓഫ് ദി ഓതർ എന്ന ആശയത്തിലൂടെ ബാർത്ത് പറഞ്ഞത്. 2, മിസ്റീഡിങ്സിന് ഓതർ ഉത്തരവാദിയല്ല. മിസ്റീഡിങ് ഏതർത്ഥത്തിൽ നമ്മൾ കാണുന്നു എന്നുള്ളതിരിക്കും. ബോധപൂർവം ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു തരം പിശാചുവേട്ടയുണ്ട്. അത് വിച്ച് ഹണ്ടാണ്. അങ്ങനെയുള്ള മിസ്റീഡിങ് അല്ല. ചിലപ്പോൾ ഒരു കാലത്തുണ്ടായ ആശയം പിൽക്കാലത്തെ സാമൂഹ്യ നീതിക്കോ നീതിസങ്കല്പങ്ങൾക്കോ വിരുദ്ധമായി തോന്നാം. അതിന് ഓതർ ഉത്തരവാദിയല്ല. കാരണം തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവലുകൾ ഇന്ന് വായിക്കുമ്പോൾ അതിനകത്ത് ആളുകളെ പേര് വിളിക്കുന്നതും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ മേൽജാതിയിലെ കുട്ടികൾ പോലും പേര് വിളിക്കുന്നത് ഇന്നത്തെ നീതിബോധത്തിന് നിരക്കുകയില്ല. അപ്പോൾ അത് വെച്ച് തകഴിയെ നമ്മൾ റീഡ് ചെയ്യാൻ ശ്രമിക്കും. അത് മിസ്റീഡിംഗ് ആയി മാറുകയും ചരിത്രമല്ലാമല്ലാതായി തീരുക. അതിന് ഓതർ ഉത്തരവാദി അല്ല. ഇതിനകത്ത് ഓതർ അത് എഴുതി കഴിയുന്നതോടുകൂടി പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി അത് വായനക്കാരായ നമ്മുടെ കയ്യിലെത്തുന്നു. നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ വായിക്കാൻ പറ്റില്ല. ആസ്വാദനത്തിൻ്റെയും വായനയുടെയും ഒക്കെ നിലവാരത്തിൽ ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിരൂപകർ എഴുത്തുകാരെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് എഴുതപ്പെട്ട കൃതികളുടെ മികവിനെ ലോകത്തേക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് എഴുത്തുകാരെ വീണ്ടെടുത്ത് സൃഷ്ടിക്കുന്നു എന്നാണ് രാജേന്ദ്രൻ പറഞ്ഞതിൻ്റെ കൃത്യമായ അർത്ഥം. അതേ രാജേന്ദ്രൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഒരു അങ്ങനെയാണെങ്കിൽ കുമാരനാശാനേക്കാളും വലിയ കിടാമംഗലം പപ്പക്കുട്ടിയാവുമായിരുന്നില്ല. കേസരി ബാലകൃഷ്ണനുള്ള അവതാരിക എഴുതിയത് വലിയ അവതാരികയായിരുന്നു. അതുകൊണ്ട് കാര്യമില്ല, ഞാൻ തന്നെ എന്തെല്ലാം ചെയ്തിരിക്കുന്നു എന്നിട്ട് അങ്ങനെ സംഭവിക്കില്ല. ആ കൃതി, അതായത് നമുക്ക് ഈ വലിയ വെയിറ്റ് എടുത്ത് വയ്ക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണോ എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് എഴുത്തുകാരനെ നമ്മളിതിൽ കുറ്റം പറയേണ്ടതില്ല. അത് വായനക്കാരുടെ കയ്യിലാണ് അതിൻ്റെ പ്രശ്നം. പെട്ടെന്ന് ചോദിക്കണം, നമുക്ക് സമയമില്ല. പെട്ടെന്ന് പറഞ്ഞോളൂ. മൈക്കെത്തും. പെട്ടെന്ന് പറയാം. ഈ ഖസാക്കിൻ്റെ ഇതിഹാസം ഒ വിജയൻ്റെ ആണെന്നാണ് ഇവിടെ പൊതുവെ ആൾക്കാർ പറയുന്നത്. അതൊരു മറാഠി നോവലിൽ നിന്ന് കോപ്പി അടിച്ചിട്ടുള്ളതെന്നുള്ളതാണ് അതിൻ്റെ. ബംഗർവാടി എന്നുള്ള ആ നോവലിൻ്റെ പേര്. നെറ്റ്സ് ഹാംസൻ്റെ ഒരു നോവൽ എടുത്തിട്ടാണ് നമ്മുടെ ബഷീർക്ക ഒരു പ്രണയ, അതിൻ്റെ പേര് ഞാൻ മറന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നു, ബാല്യകാലസഖി നെറ്റ്സ് ഹാംസിൻ്റെ നോവലാണ് ഇത്. പിന്നെ ഇങ്ങനെയാണ് നമ്മൾ ലോകത്തിലെ വലിയ മാറ്റത്തിൻ്റെയൊക്കെ ഇതായിട്ട് മാറുന്നത് എന്നുള്ളത് രാജശേഖർ സാറിന് പറഞ്ഞെന്ന. ഈ പല നോവലുകളും വിദേശ നോവലുകൾ അടിച്ചു മാറ്റുന്ന മലയാളത്തിലെ ഒരുപാട് ആളുകളുണ്ട്. അത് കാലം കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഈ GN പണിക്കർ ബൻഗർവാടിയിൽ നിന്നാണ് ഖസാക്കിൻ്റെ ഇതിഹാസം ഉണ്ടായത് എന്ന് ആ ലേഖനത്തിൽ എന്തുകൊണ്ടാണ് എഴുതാതിരുന്നത്? അങ്ങനെ ഒരു വലിയ ലേഖനത്തിലില്ല. വഴിയമ്പലം എന്ന് കൊട്ടേഷൻ ഇടുക, ഇതിഹാസം എന്ന് കൊട്ടേഷൻ ഇടുക. ആ ലേഖനത്തിൽ ഒരു വരിയിൽ പോലും ബൻഗർവാടി എന്ന നോവലിൽ നിന്നാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന മലയാള നോവൽ ഉണ്ടായത് എന്നൊരു അല്ല. എൻ്റെ ചോദ്യം നിങ്ങൾ നോക്കിക്കോളൂ. ഖസാക്കിൻ്റെ ഇതിഹാസം ബംഗർവാടിയിൽ നിന്നാണ് എന്ന് ഒരു വരി ആ നോവലിൽ, ആ പഠനത്തിലില്ല. അദ്ദേഹം വഴിയമ്പലം, ഖസാക്ക് എന്നൊക്കെ ഇത് പറഞ്ഞോട്ടെ. ഇതൊരു തെറ്റിദ്ധാരണയാണ്. അതായത് 57-ലാണ് ഈ നോവൽ. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? ബംഗർവാടി പോട്ട് വായിച്ചിട്ടില്ല, സാരമില്ല. ഡിസ്റ്റന്റ് റീഡിങ് അപ്പോൾ പറ്റും. അപ്പോൾ അല്ലല്ല പറഞ്ഞോട്ടെ. അതായത് 1955 57 ഈ പുസ്തകം ഇറങ്ങിയുള്ളൂ. 55 തന്നെ ബെല്ലടിച്ചു. അപ്പോൾ 55 തന്നെ ഖസാക്കിലെ അപ്പുക്കിളി എന്ന് പറഞ്ഞ
അധ്യായം അടിച്ചു വന്നിരുന്നു കേട്ടോ. ആ അധ്യായമേ ഖസാക്കിലെ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവലിന് ഇളക്കിയെടുത്ത ഒരു അധ്യായം. അതിനും ബംഗർവാടിക്ക് 2 കൊല്ലം മുമ്പ് തന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ച് വന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അതിൽ തർക്ക വിഷയമൊന്നുമില്ല. അല്ല, ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് ആ ലേഖനം വന്നത്, തർക്കമില്ലല്ലോ. ഇല്ല, ആ ലേഖനത്തിൽ ഒരിടത്തും അത് എഴുതിയ ആള് ബൻഗർവാടിയുടെ അനുകരണമാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് സത്യസന്ധമായ ഒരു വരി എഴുതണ്ടേ? അത് എഴുതിയിട്ടില്ല. പറയട്ടെ, എന്തേ പറയട്ടെ. വേദിയിലുള്ളവർ ഒന്ന് സഹകരിക്കണം. വായിച്ചിട്ടില്ല. ഞങ്ങൾക്ക് 3:50 സമയം തന്നിരുന്നത്. കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. സംഘാടകർക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകേണ്ടതുണ്ട്. സഹകരിച്ചവർക്കും വേദിയിൽ ഇവിടെ അതിഥികളായി എത്തുന്നവർക്കും നന്ദി പറയുന്നു. ചോദ്യകർത്താക്കൾക്ക് പ്രത്യേകിച്ചും.